മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിനു വേണ്ടി മരക്കുരിശിൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ എന്നും വാഴുന്ന കർത്താവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങൾ. അടിമത്തം എന്നത് ലോകചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിൽ ഒന്നാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അടിമയാക്കുന്ന സിസ്റ്റത്തിനെ ഒരു വിധത്തിലും മനസാക്ഷിയുള്ള മനുഷ്യർക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ബിരുദമെടുത്ത ചില സംഘപരിവാർ പ്രൊഫൈലുകളും അവരോടൊപ്പം ചില അന്തംഗമ്മികളും വലിയൊരു ആഘോഷത്തിലാണ്. ഐക്യരാഷ്ട്രസഭയിൽ അടിമത്തത്തിനെതിരെ വന്ന ഒരു പ്രമേയത്തെ അമേരിക്കയും ഇസ്രായേലും അർജന്റീനയും എതിർത്ത് വോട്ട് ചെയ്തു എന്നതും യൂറോപ്യൻ രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു എന്നതുമാണ് ഇവരുടെ ആഘോഷത്തിന് കാരണം. ചരിത്രത്തിൽ വെള്ളക്കാർ ചെയ്ത ക്രൂരതകളിൽ അവർക്കിന്നും യാതൊരു പശ്ചാത്താപവുമില്ലെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ അടിമത്തത്തെ അനുകൂലിക്കുന്നവരാണെന്നും സമർത്ഥിക്കാനാണ് അവർ ഈ വാർത്തയെ വളച്ചൊടിച്ച് അവതരിപ്പിക്കുന്നത്. അമേരിക്കയെയും ഇസ്രായേലിനെയും കുറ്റം പറയാൻ കിട്ടുന്ന എന്തു വടിയും എടുത്ത് അടിക്കാൻ നടക്കുന്ന ഇവർ ഈ പ്രമേയത്തിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്നോ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന നിയമപരമായ സങ്കീർണതകൾ എന്താണെന്നോ ഒരിക്കലും തങ്ങളുടെ വായനക്കാരോടോ പ്രേക്ഷകരോടോ പറയില്ല. സ്വന്തം രാജ്യത്ത് കോടിക്കണക്കിന് മനുഷ്യരെ ഇന്നും അടിമകളാക്കി വച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയുടെ വക്താക്കൾ അമേരിക്കയെ നോക്കി മനുഷ്യാവകാശം പ്രസംഗിക്കുന്നതിലെ ഇരട്ടത്താപ്പും ലോജിക്കൽ ഫാലസിയും തൊലിയൊരിച്ചു കാണിക്കാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമുക്ക് ഇവർ ആഘോഷിക്കുന്ന ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കാം. ഋഷി ശിവദാസ് എന്ന പ്രൊഫൈൽ ഉപയോഗിക്കുന്ന ആൾ ഇട്ട പോസ്റ്റാണത്. ഈ ഋഷി ശിവദാസ് എന്ന പ്രൊഫൈൽ ഉപയോഗിക്കുന്നയാൾ ആന്റി സെമിറ്റിസം തലയ്ക്ക് പിടിച്ച വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ക്രൈസ്തവ വിരോധവും മേമ്പൊടിയായി അയാളുടെ പോസ്റ്റുകളിൽ കാണാറുണ്ട്. ആ പോസ്റ്റ് ഞാൻ വായിക്കാം. അടിമത്തത്തെയും അടിമക്കച്ചവടത്തെയും ഇന്നും അനുകൂലിക്കുന്ന ഇസ്രായേലും യുഎസും. 3 ദിവസം മുമ്പ് മാർച്ച് 25 ഐക്യരാഷ്ട്രസഭയിൽ ഒരു പ്രമേയം വോട്ടിനിടപ്പെട്ടു. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ നടന്ന അടിമക്കച്ചവടത്തെയും അടിമപ്പണിയെടുപ്പിക്കലിയും എന്താന്നൊക്കെ ദൈവത്തിനറിയാം, അടിമപ്പണിയെടുപ്പിക്കലിനെയും ആയിരിക്കും ഉദ്ദേശിച്ചത്. എന്തായാലും അതിനെ അപലപിക്കുന്നതായിരുന്നു പ്രമേയം. ആഫ്രിക്കൻ രാജ്യമായ ഘാനയാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഐക്യരാഷ്ട്രസഭയ്ക്ക് പ്രസക്തിയുണ്ടോ, അത്തരമൊരു പ്രമേയം പാസാക്കിയിട്ട് എന്ത് കാര്യം എന്നീ ചോദ്യങ്ങൾക്ക് ഈ ഭൂമികയിൽ പ്രസക്തിയൊന്നും ഇല്ല എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ഇത് വെറും ഒരു പ്രമേയം, അഭിപ്രായ രൂപീകരണത്തിന് വേണ്ടിയുള്ള ഒരു അഭ്യാസം മാത്രം. അടിമക്കച്ചവടത്തെ എതിർക്കുന്ന പ്രമേയത്തെ എതിർത്ത് എന്ന് വെച്ചാൽ അടിമക്കച്ചവടത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തത് 3 രാജ്യങ്ങൾ മാത്രം. 1 US, 2 ഇസ്രായേൽ, 3 അർജന്റീന. പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്ന് 50+ രാജ്യങ്ങൾ വിട്ടുനിന്നു. വിട്ടുനിന്നവരിൽ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നിവയുണ്ട്. ചില ഗ്രൂപ്പുകളുടെ മാതൃകാ രാജ്യങ്ങളായ ഫിൻലാൻഡ്, സ്വീഡൻ, നോർവേ, സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളും വിട്ടുനിന്നു. വിട്ടുനിന്നവർ യഥാർത്ഥത്തിൽ അടിമക്കച്ചവടത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഇന്ത്യ, റഷ്യ, ചൈന, ബ്രസീൽ, ദക്ഷിണ ആഫ്രിക്ക, ഇറാൻ തുടങ്ങി 123 ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അടിമക്കച്ചവടത്തെയും ചൂഷണത്തെയും അപലപിക്കുന്ന പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. ഈ 21ാം നൂറ്റാണ്ടിലും അടിമക്കച്ചവടത്തെ അനുകൂലിക്കാൻ 3 മ്ലേച്ഛ രാജ്യങ്ങളും അടിമക്കച്ചവടത്തെ അനുകൂലിക്കുന്ന മ്ലേച്ഛന്മാർക്ക് സ്തുതി പാടാൻ 53 രാജ്യങ്ങളും ഉണ്ടായി എന്നതും മനുഷ്യകുലത്തിന് തന്നെ ഒരു തീരാക്കളങ്കമാണ്. ഫുട്ബോളിന്റെ പേരിൽ അർജന്റീനയുടെ കൊടി പിടിച്ചു നടക്കുന്നവരും യുഎസിനും ഇസ്രായേലിനും 24 മണിക്കൂറും സ്തുതി പാടുന്നവരും ഇതൊക്കെ അറിയുന്നത് നല്ലതാണ്. പോസ്റ്റിലെ വാർത്ത സത്യമാണെന്ന് കാണിക്കാൻ ഒരു സ്ക്രീൻഷോട്ടും ഒരു ലിങ്കും പോസ്റ്റ്മാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ സ്ക്രീൻഷോട്ട്. The recent UN General Assembly resolution, March 25, 2026, that declared
the transatlantic slave trade as the gravest crime against humanity and called for reparations had only 3 countries voting against it. അതായത് ഈ അറ്റ്ലാന്റിക് കടൽ കടന്നുള്ള അടിമക്കച്ചവടത്തെ മനുഷ്യരാശിക്കെതിരെയുള്ള ഏറ്റവും വലിയ കുറ്റം എന്ന് പ്രഖ്യാപിച്ചതും നഷ്ടപരിഹാരത്തിനായി ആഹ്വാനം ചെയ്തതുമായ ഐക്യരാഷ്ട്ര പൊതുസഭയുടെ സമീപകാല പ്രമേയത്തിനെതിരെ കേവലം 3 രാജ്യങ്ങൾ മാത്രമാണ് വോട്ട് ചെയ്തത്. പിന്നെ ആ 3 രാജ്യങ്ങളുടെ പേരുകളുമുണ്ട്: യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇസ്രായേൽ, അർജന്റീന. ലിങ്ക് കൊടുത്തെന്ന് പറഞ്ഞല്ലോ. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ NBC ന്യൂസ് ചാനലിന്റെ സൈറ്റിലുള്ള വാർത്തയാണ് കാണുന്നത്. അതിങ്ങനെ: US is one of 3 countries to vote against UN resolution calling slavery a crime against humanity. അടിമത്തത്തെ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യം എന്ന് വിശേഷിപ്പിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്ത 3 രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക. ഈ ഫേസ്ബുക്ക് പോസ്റ്റും അതിൽ കൊടുത്തിട്ടുള്ള പോസ്റ്ററും തെളിവിനായി കൊടുത്തിരിക്കുന്ന സ്ക്രീൻഷോട്ടും ലിങ്കും പിന്നെ അതിൽ വന്നിരിക്കുന്ന കമന്റുകളും കണ്ടാൽ സാധാരണക്കാരായ മനുഷ്യർക്ക് തോന്നുക ഈ രാജ്യങ്ങൾ, അതായത് അമേരിക്കയും ഇസ്രായേലും അർജന്റീനയും പിന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്ന 53 രാജ്യങ്ങളും ഒക്കെ അടിമത്തം ഇന്നും ലോകത്ത് തുടരണം എന്ന് വാദിക്കുന്നവരാണെന്നാണ്. ആ രീതിയിലാണ് പോസ്റ്റും പോസ്റ്ററും ലിങ്കുകളിൽ ഉള്ള ആ വാർത്തയുടെ ഭാഷയായാലും പിന്നെ അവിടെ കമന്റ് ഇട്ടിരിക്കുന്ന ആളുകളും ഒക്കെ ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. പോസ്റ്റിട്ട ആന്റിസെമിറ്റിസം തലയ്ക്ക് പിടിച്ച ഋഷി ശിവദാസ് എന്ന പ്രൊഫൈൽ ഉപയോഗിക്കുന്ന ആ ജൂത ക്രൈസ്തവ വിരോധിയുടെ ലക്ഷ്യവും അത് തന്നെയാണ്. ആളുകൾ ആ രീതിയിൽ അത് മനസ്സിലാക്കണമെന്ന്. അതിന്റെ നല്ല ഒന്നാന്തരം തെളിവ് കമന്റ് ബോക്സിൽ കാണാമായിരുന്നു. പോസ്റ്റ്മാന്റെ ആന്റിസെമിറ്റിസത്തിന് ഉദാഹരണമായിട്ട് ഞാൻ ആ കമന്റ്സ് നിങ്ങളെ കാണിക്കാം. സുഭാഷ് പരമേശ്വരൻ എന്നൊരാൾ ഈ പോസ്റ്റ് കണ്ടിട്ട് സംശയം തോന്നിയിട്ടാകണം ChatGPT പോയി ഈ പ്രമേയത്തെ എതിർത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് അന്വേഷിച്ചു. നിർമ്മിത ബുദ്ധിയായ ChatGPT ചിലപ്പോഴൊക്കെ തെറ്റായ വിവരങ്ങൾ നൽകാറുണ്ട്. ChatGPT മാത്രമല്ല, ഗ്രോക്ക് ആയാലും ജെമിനി ആയാലും ZA ആയാലും വേറെ ഏതായാലും കോപൈലറ്റ് എല്ലാത്തിൽ നിന്നും ഇങ്ങനെയുള്ള റോങ് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടാറുണ്ട്. അതിനെ പറയുക AI ഹാലൂസിനേഷൻസ് എന്നാണ്. ഇത് മിക്ക AIകൾക്കും ഇത്തരം പിഴവുകൾ സംഭവിക്കാറുണ്ട്. ChatGPT പറഞ്ഞത് യുണൈറ്റഡ് സ്റ്റേറ്റ്സും യുണൈറ്റഡ് കിങ്ഡവും കാനഡയുമാണ് ഈ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്ത രാജ്യങ്ങൾ എന്നാണ്. അദ്ദേഹം അത് അവിടെ പറയുകയും ചെയ്തു. എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് താഴെ ഇടുകയും ഉണ്ടായി. ഇത് കണ്ട പോസ്റ്റ്മാന് ഐക്യരാഷ്ട്രസഭയുടെ ഒറിജിനൽ രേഖയെടുത്തോ UN വെബ്സൈറ്റിൽ നിന്നോ വോട്ടിംഗ് നില കാണിച്ച് ChatGPTക്ക് തെറ്റ് പറ്റിയതാണെന്ന് മാന്യമായ ഒരു മറുപടി സുഭാഷിന് നൽകാമായിരുന്നു. എന്നാൽ അയാൾ നൽകിയ മറുപടി എന്താണെന്ന് അറിയണ്ടേ? അയാൾ പറയുന്നത് ChatGPT ഈസ് എ സിയോണിസ്റ്റ് പ്രൊപ്പഗണ്ട ടൂൾ എന്നാണ്. അതായത് ChatGPT സയനിസ്റ്റ് പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടിയുള്ള ഒരു ടൂളാണെന്ന്. ഇതിലെ തമാശ എന്താണെന്ന് വെച്ചാൽ ഇയാൾ പറഞ്ഞ ആ വിവരക്കേട് സുഭാഷ് പരമേശ്വരൻ തൊണ്ട തൊടാതെ വിഴുങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതാണ് ആന്റി സെമിറ്റിസം എന്ന് പറയുന്നത്, യഹൂദ വിരോധം. മനസ്സിലായ? ഈ ജൂതവിരോധം തലയ്ക്ക് പിടിച്ചവരുടെ ഏറ്റവും വലിയ കുഴപ്പം സ്വന്തം വാദത്തിന് വിരുദ്ധമായി ഒരു ചെറിയ കാര്യം കണ്ടാൽ പോലും ഉടനെ അവർ പുറത്തെടുക്കുന്ന ആയുധമാണ് അത് സയനിസ്റ്റ് ഗൂഢാലോചനയാണ് എന്നുള്ളത്. ഇതൊരു വലിയ ലോജിക്കൽ ഫാലസിയാണ്. ലോകത്തെ സകല മീഡിയകളും ബാങ്കുകളും ഇപ്പോഴത്തെ ChatGPT ഉൾപ്പെടെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യകളും ഒക്കെ ജൂതന്മാർ നിയന്ത്രിക്കുന്നതാണെന്നും അവരത് തങ്ങൾക്ക് അനുകൂലമായി വളച്ചൊടിക്കുകയാണെന്നും വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കുന്ന പഴയ നാസി പ്രൊപ്പഗണ്ടയുടെ പുതിയ വേർഷനാണിത്. നാസികളും ഇത് തന്നെയാണ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. യാതൊരു തെളിവുമില്ലാതെ എന്തും ഏതും സയനിസ്റ്റ് അജണ്ട എന്ന് മുദ്രകുത്തി തള്ളിക്കളയുന്ന അന്ധമായ ജൂത വിദ്വേഷമാണ് ഇത്. അതാണ് ഈ പോസ്റ്റ്മാനെയും ബാധിച്ചിരിക്കുന്നത്. താൻ അടിച്ചിറക്കിയ പോസ്റ്ററിനോട് യോജിക്കാത്ത എന്ത് വിവരം ലോകത്ത് എവിടെ കണ്ടാലും അത് ജൂതന്മാരുടെ ഗൂഢാലോചനയാണെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. എന്തു ഏതും ജൂതന്മാർ. പണ്ടൊരു ഉസ്താദ് പറയുന്നുണ്ടാവില്ല, ജ്യൂസ് ജ്യൂസ് ജ്യൂസ്, എന്തുണ്ടെങ്കിലും അത് ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമാണ്. അയാളിട്ടിരിക്കുന്ന ആ പോസ്റ്റും ആ പോസ്റ്ററിൽ ചങ്ങലയൊക്കെ ഇട്ട് കറുത്ത വർഗ്ഗക്കാരുടെ ഫോട്ടോ ഒക്കെ വെച്ചിരിക്കുന്ന ആളുകളെ അതിനുവേണ്ടി ഒഴുക്കിയിരിക്കുന്ന മുതലക്കണ്ണീര്, അതൊന്നും ഈ കറുത്ത വർഗ്ഗക്കാരോടുള്ള സഹതാപമല്ല. മനസ്സിലായ? അതൊന്നുമല്ല. അതൊക്കെ ഒരു മുഖം മൂടി മാത്രമാണ്.
അയാളുടെ ഉള്ളിൽ തിളച്ചുമറിയുന്നത് അമേരിക്കൻ ഇസ്രായേൽ വിരോധം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ജൂത വിരോധം മാത്രമാണ്. ലോകത്ത് എന്ത് പ്രശ്നം നടന്നാലും അതിനു പിന്നിൽ ഇസ്രായേൽ ആണെന്ന് വിശ്വസിക്കുന്ന ഇവർ ഐക്യരാഷ്ട്രസഭയിലെ തികച്ചു സങ്കീർണമായ ഒരു സാമ്പത്തിക നിയമ പ്രശ്നത്തെ പോലും തങ്ങളുടെ വിദ്വേഷ പ്രചരണത്തിനുള്ള ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ്. സത്യങ്ങൾ മനസ്സിലാക്കാൻ ChatGPT-യോ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയോ ഒന്നുമല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്, മറിച്ച് ഔദ്യോഗിക രേഖകളും പിന്നെ സ്വന്തം തലച്ചോറുമാണ്. ഇവരുടെ ഈ ജൂതവിരുദ്ധ കാപഠ്യങ്ങളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു കമന്റ് കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് സുനിൽ കുമാർ KC എന്നൊരു സംഘി ആ പോസ്റ്റിൽ ഇട്ടിരിക്കുന്ന കമന്റാണ്. ഭൂരിഭാഗം വരുന്ന ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളും ഇതിനെ മനുഷ്യത്വപരമായ ഒരു നീക്കമായി കണ്ട് അനുകൂലമായി വോട്ട് ചെയ്തു. ബട്ട് ഇതിനെ അനുകൂലിച്ചവരുടെ പിന്നിൽ ഒരു മതഗ്രന്ഥത്തിന്റെ സ്വാധീനമുണ്ടോ എന്നും കൂടി സംശയിക്കുന്നു. അപ്പോൾ പോസ്റ്റ് ഇട്ട ഋഷി ശിവദാസ് എന്ന പ്രൊഫൈൽ ഉപയോഗിക്കുന്ന വ്യക്തിയുടെ അഭിപ്രായം തോറ എന്നാണ്. ഈ ചോദ്യത്തിന് ഇയാളുടെ സംശയം ഉണ്ടല്ലോ, സംശയം, ആ സംശയത്തിനുള്ള മറുപടി തോറ എന്നാണ്. അതായത് ഈ 21-ാം നൂറ്റാണ്ടിലും അടിമക്കച്ചവടത്തെ അനുകൂലിച്ച 3 മ്ലേച്ഛ രാജ്യങ്ങളെയും അടിമക്കച്ചവടത്തെ അനുകൂലിക്കുന്ന മ്ലേച്ഛന്മാർക്ക് സ്തുതി പാടിയ 53 രാജ്യങ്ങളെയും സ്വാധീനിച്ച പുസ്തകം തോറ അഥവാ ബൈബിളിലെ പഴയ നിയമമാണത്രേ. സത്യത്തിൽ ഈ ഒരു കമന്റ് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അല്ലാതെ അമേരിക്കയെയോ ഇസ്രായേലിനെയോ യൂറോപ്യൻ രാജ്യങ്ങളെയോ കുറ്റം പറയുന്നത് കേട്ടിട്ടല്ല. കാരണം ആ കുറ്റങ്ങളൊന്നും എന്നെയോ എന്റെ വിശ്വാസത്തെയോ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയേണ്ട ആവശ്യവും എനിക്കില്ല. എന്നാൽ തോറ അല്ലെങ്കിൽ ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന പഴയ നിയമമാണ് അടിമത്തത്തിനെ അനുകൂലിക്കാൻ പ്രേരിപ്പിക്കുന്ന ഗ്രന്ഥം എന്ന് ഇവന്മാര് പറയുമ്പോൾ അതെന്റെ വിശ്വാസത്തെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയേണ്ട ബാധ്യത എന്റെ മേൽ കിടക്കുകയും ചെയ്യുന്നു. അക്കാരണത്താലാണ് ഈ മറുപടി വീഡിയോ ഇറക്കുന്നത്. ഈ പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ വളരെ തന്ത്രപരമായ ഒരു മുൻകൂർ ജാമ്യം എടുക്കലിലൂടെയാണ്. അയാൾ ആദ്യമേ പറയുന്നത് ഇങ്ങനെയാണ്: ഐക്യരാഷ്ട്രസഭയ്ക്ക് പ്രസക്തി ഉണ്ടോ? അത്തരം ഒരു പ്രമേയം പാസാക്കിയിട്ട് എന്ത് കാര്യം എന്നീ ചോദ്യങ്ങൾക്ക് ഈ ഭൂമികയിൽ പ്രസക്തി ഒന്നുമില്ല എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ഇത് വെറും ഒരു പ്രമേയം, അഭിപ്രായ രൂപീകരണത്തിന് വേണ്ടിയുള്ള ഒരു അഭ്യാസം മാത്രം. അപ്പൊ എന്നാണ് ഈ പോസ്റ്റിന്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഒറ്റനോട്ടത്തിൽ വളരെ നിഷ്കളങ്കമെന്ന് തോന്നുന്ന ഈ വരികളിലൂടെ അയാൾ വായനക്കാരെ വളരെ വിദഗ്ധമായാണ് വഞ്ചിക്കുന്നത്. കാരണം ഇത് വെറും ഒരു അഭിപ്രായ രൂപീകരണം മാത്രമാണെന്ന് അയാൾ പറയുന്നത് പച്ചക്കള്ളമാണ്. UN ജനറൽ അസംബ്ലിയിൽ അവതരിപ്പിച്ച അടിമത്തത്തെ മനുഷ്യരാശിക്കെതിരായ ഏറ്റവും വലിയ കുറ്റകൃത്യം എന്ന് വിശേഷിപ്പിക്കുന്ന പ്രമേയം നമുക്ക് ഇന്റർനെറ്റിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനമാണ്. ഞാനത് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും വായിക്കുകയും ചെയ്തതാണ്. ഇത് മാത്രമല്ല, ഈ പ്രമേയത്തിന്മേലുള്ള വോട്ടെടുപ്പിന് മുൻപ് ഐക്യരാഷ്ട്രസഭയിലെ സൈപ്രസിന്റെ ഡെപ്യൂട്ടി പെർമനന്റ് റെപ്രസെന്റേറ്റീവ് ഗബ്രിയേല മൈക്കലിഡോ UN ജനറൽ അസംബ്ലിയിൽ നടത്തിയ യൂറോപ്യൻ യൂണിയന്റെ വിശദീകരണമുണ്ട്. എന്തുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എന്ന കാര്യം വിശദീകരിക്കുന്ന പ്രസംഗം. അത് യൂറോപ്യൻ യൂണിയന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതും ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട്. ആ പ്രസംഗവും ആന്റിസെമിറ്റിസവും ക്രൈസ്തവ വിരോധവും തലയ്ക്ക് പിടിച്ച ഈ മനുഷ്യൻ ആളുകളെ വഞ്ചിക്കാൻ വേണ്ടിയാണ്. ഈ പ്രമേയത്തിന് ഒരു പ്രസക്തിയുമില്ല. ഇത് വെറും ഒരു പ്രമേയം, ഒരു അഭിപ്രായ രൂപീകരണത്തിന് വേണ്ടിയുള്ള അഭ്യാസം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം ഈ പറഞ്ഞ രേഖകൾ ഞാൻ വായിച്ചത് കൊണ്ടാണ്. ഇയാളുടെ തലയ്ക്കകത്ത് മുഴുവൻ ആന്റിസെമിറ്റിസവും ക്രൈസ്തവ വിരോധവും നിറഞ്ഞിരിക്കുകയാണ്. ഈ പ്രമേയം പോസ്റ്റ്മാൻ പറയുന്നത് പോലെ കേവലം അടിമക്കച്ചവടത്തെ അപലപിക്കുന്ന ഒന്നു മാത്രമായിരുന്നില്ല. അതിൽ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ പ്രമേയത്തിന്റെ 8-ാമത്തെയും 9-ാമത്തെയും ഖണ്ഡികകൾ നിങ്ങൾ വായിച്ചു നോക്കണം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന അടിമക്കച്ചവടത്തിന് ഇന്നത്തെ തലമുറയോട് സാമ്പത്തിക നഷ്ടപരിഹാരം നൽകാനും യൂറോപ്പിലെ മ്യൂസിയങ്ങളിൽ വെച്ചിട്ടുള്ള ആഫ്രിക്കയിൽ നിന്നുള്ള പുരാവസ്തുക്കളും മറ്റും ഉടനടി തിരികെ നൽകാനും ഈ പ്രമേയം ആവശ്യപ്പെടുന്നുണ്ട്.
പ്രമേയത്തിലെ 4ാമത്തെ ഖണ്ഡിക ഇങ്ങനെയാണ്: ആഫ്രിക്കക്കാരുടെ കടത്തും അവരെ വംശീയമായി അടിമകളാക്കിയതും ജസ് കോജൻസിന്റെ ലംഘനമാണെന്ന് ഈ പ്രമേയം അംഗീകരിക്കുന്നു എന്നാണ്. ഈ ജസ് കോജൻസ് എന്ന അന്താരാഷ്ട്ര നിയമതത്വം വളരെ പിൽക്കാലത്ത്, അതായത് 1969 പ്രധാനമായിട്ടും 1969 വിയന്ന കൺവെൻഷനിലൂടെ രൂപപ്പെട്ടതാണ്. അപ്പോൾ 15 മുതൽ 19 വരെ നൂറ്റാണ്ടുകളിൽ നടന്ന, അതായത് 1400 പകുതിക്ക് ശേഷവും അതുപോലെ 1800-കളുടെ അത്രയും ആ കാലഘട്ടത്തിനിടയിൽ നടന്ന അടിമക്കച്ചവടത്തിൽ വളരെ കാലത്തിന് ശേഷം മാത്രം രൂപപ്പെട്ട ആധുനിക നിയമങ്ങളെ മുൻകാല പ്രാബല്യത്തോടെ പ്രയോഗിക്കാനാണ് ഈ പ്രമേയം ശ്രമിച്ചത്. പ്രമേയത്തിന്റെ മുഖവുരയിൽ പറയുന്നത് ട്രാൻസ് അറ്റ്ലാന്റിക് അടിമക്കച്ചവടത്തെയും അടിമത്തത്തെയും മനുഷ്യരാശിക്കെതിരെയുള്ള ഏറ്റവും വലിയ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കുന്നുവെന്നാണ്. ഇത് ഗ്രാവസ്റ്റ് ക്രൈം അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്നാണ്. ക്രൈംസ് അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി അല്ല, ഗ്രേവസ്റ്റ് ക്രൈം അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി. മുഖവുരയിലെ മറ്റൊരു ഭാഗം അടിമകളാക്കപ്പെട്ട ആഫ്രിക്കക്കാരുടെ കടത്തും അവരെ വംശീയമായി അടിമകളാക്കിയതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് നിയമപരമായ സമയപരിധികൾ ബാധകമല്ലെന്ന് ഉറപ്പിച്ചു പറയുന്നു. നിയമപരമായ സമയപരിധികൾ ബാധകമല്ല. ഇതെന്താണെന്നുള്ളത് ഞാൻ പുറകെ വിശദീകരിക്കാം. 6ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് ആഫ്രിക്കക്കാർക്കും ആഫ്രിക്കൻ വംശജർക്കും നേരെയുള്ള ചരിത്രപരമായ തെറ്റുകൾ പരിഹരിക്കുന്നതിനുള്ള ഒരു കൃത്യമായ ചുവടുവെപ്പാണ് നഷ്ടപരിഹാരത്തിനായുള്ള അവകാശവാദങ്ങൾ എന്ന് ഊന്നി പറയുന്നു എന്നാണ്. ഇതൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്, വളരെ ഗുരുതരമായിട്ടുള്ളത്. അത് മനസ്സിലാക്കാൻ ഞാൻ വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയാം. ഒരു 100 കൊല്ലം കഴിയുമ്പോൾ ഇന്നത്തെ നമ്മുടെ പല നിയമങ്ങളും ഓർത്ത് അന്നുള്ളവർ അത്ഭുതം കൂറും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഉദാഹരണത്തിന് മുഖ്യമന്ത്രിയോ ഗവർണറോ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഇങ്ങനെയുള്ളവരൊക്കെ പോകുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ പോലീസുകാരും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകാരും കമാൻഡോകളും ഒക്കെ തടഞ്ഞിരുന്നു. അവർ മണിക്കൂറുകളോളം ട്രാഫിക്കിൽ കിടന്ന് കഷ്ടപ്പെടേണ്ടി വന്നിരുന്നു എന്നുള്ളത് അക്കാലത്ത് ജനങ്ങൾക്ക് ഒരുപക്ഷെ വിശ്വസിക്കാൻ പോലും ആയെന്ന് വരില്ല. കാരണം അപ്പോഴേക്കും ലോകമൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും. ഇവർക്ക് ഇങ്ങനെയൊക്കെയുള്ള ഈ പ്രൊട്ടക്ഷനൊന്നും അക്കാലത്ത്, ഇതല്ല മനുഷ്യനെ തടഞ്ഞുകൊണ്ടുള്ള പ്രൊട്ടക്ഷനൊന്നും വേണ്ടി വരില്ല. അല്ലാതെ തന്നെ അവരുടെ പ്രൊട്ടക്ഷൻ ഒരുക്കാൻ അന്നത്തെ കാലത്ത് സാങ്കേതിക വിദ്യക്ക് കഴിയും. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവർക്ക് സഞ്ചരിക്കുകയും ചെയ്യാം, മറ്റൊരു അവരുടെ വഴിക്ക് പോകും. അപ്പൊ അങ്ങനെയുള്ള കാലത്ത് ഇരുന്നോണ്ട് നോക്കുമ്പോൾ ഇന്നത്തെ നമ്മളെ ഇപ്പോഴത്തെ കാലത്തെ ഇതൊക്കെ അവർക്ക് ഭയങ്കര അത്ഭുതമായിട്ട്, അവർക്ക് വിശ്വസിക്കാനേ തോന്നില്ല, അത്ഭുതമായിട്ട് തോന്നും. അപ്പൊ അവരുടെ കാഴ്ചപ്പാടിൽ ഇന്നത്തെ കാലത്തെ ഭരണാധികാരികൾ ജനങ്ങളോട് ചെയ്തത് വലിയ ക്രൂരതയായിരിക്കും. എന്നാൽ അത് കരുതി 100 വർഷം കഴിഞ്ഞ് അവർ ഉണ്ടാക്കുന്ന പുതിയ നിയമങ്ങൾ വെച്ച് ഇന്നത്തെ ഭരണാധികാരികളുടെയും പോലീസുകാരുടെയും SPGക്കാരുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകാരുടെ കമാൻഡോകളുടെ ഒക്കെ പിൻതലമുറക്കാർ അന്ന് ജീവിച്ചിരിപ്പുണ്ടാവുമല്ലോ, അവരുടെ പേരക്കുട്ടികളുടെ മക്കളോ അങ്ങനെയുള്ളവരൊക്കെ ജീവിച്ചിരിക്കല്ലേ. അപ്പൊ ആ പിൻതലമുറക്കാരോട് പിഴയടയ്ക്കണമെന്നോ നഷ്ടപരിഹാരം നൽകണമെന്നോ പറഞ്ഞാൽ അതിൽ വല്ല യുക്തിയുമുണ്ടോ? വല്ല യുക്തിയുണ്ടോ അതില്? ഇല്ല. കാരണം ഇന്ന് നമ്മുടെ ഭരണാധികാരികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പോലീസുകാരും SPGക്കാരും കമാൻഡോകളും ഒക്കെ ചെയ്യുന്നത് ഇന്നത്തെ നിയമപ്രകാരം തെറ്റല്ല. മനസ്സിലായോ? ഭാവിയിലെ നിയമപ്രകാരം തെറ്റാകാം, ആകാതിരിക്കാം, അതെന്തെങ്കിലും ആകട്ടെ. പക്ഷെ ഇന്നത്തെ നിലവിൽ അത് തെറ്റല്ല. അപ്പൊ ഇതേ യുക്തി തന്നെയാണ് ചരിത്രപരമായ ഈ UN പ്രമേയത്തിലും അമേരിക്കയും യൂറോപ്പും ഒക്കെ ഉന്നയിക്കുന്നത്. ചരിത്രത്തിൽ അറ്റ്ലാന്റിക് അടിമക്കച്ചവടം, അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് നടന്ന ആ പഴയ കാലഘട്ടത്തിൽ അതിനെതിരെ യാതൊരുവിധ അന്താരാഷ്ട്ര നിയമങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അക്കാലത്ത് അത് പൂർണ്ണമായും നിയമവിധേയമായ ഒരു വ്യാപാരമായിരുന്നു. നിയമവിധേയമായ വ്യാപാരം, അതായത് ഇന്നിപ്പോ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് പോലെ, ഓയിൽ വാങ്ങുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റ് സംഗതികളൊക്കെ വാങ്ങുന്നത് പോലെ തന്നെയാണ്, അല്ലെങ്കിൽ കന്നുകാലികളൊക്കെ വാങ്ങുന്നത് പോലെ തന്നെയാണ് അക്കാലത്ത് മനുഷ്യരെ വാങ്ങിയിരുന്നത്. മനസ്സിലായി? അത് അന്നത്തെ കാലത്ത് നിയമവിധേയമായിരുന്നു. ഇന്നത്തെ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ക്രൈം അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി, അതായത് മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യം എന്ന നിയമപരമായ നിർവചനമോ അന്താരാഷ്ട്ര നിയമമോ അക്കാലത്ത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമായിരുന്നു. അന്ന് നിയമവിരുദ്ധമല്ലാതിരുന്നൊരു കാര്യത്തിന് നൂറ്റാണ്ടുകൾക്കിപ്പുറം ആധുനിക കാലത്ത് രൂപപ്പെടുത്തിയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ
മുൻകാല പ്രാബല്യത്തോടെ നഷ്ടപരിഹാരം നൽകാൻ തങ്ങൾക്ക് ബാധ്യതയില്ല എന്നാണ് അമേരിക്കയുടെയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയന്റെയും ഒക്കെ ഔദ്യോഗിക നിലപാട്. ഈ പ്രമേയം അംഗീകരിച്ചാൽ അന്താരാഷ്ട്ര നിയമങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ഭാവിയിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ഭീമമായ തുക നഷ്ടപരിഹാരമായി നൽകേണ്ടി വരും എന്നതിനാലാണ് അവർ ഇതിനെ എതിർത്തത്. അതായത് മനുഷ്യാവകാശങ്ങളോടുള്ള എതിർപ്പ് കൊണ്ടോ അടിമത്തത്തെ അനുകൂലിക്കുന്നത് കൊണ്ടോ അല്ല അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഈ പ്രമേയത്തെ എതിർത്തത്, മറിച്ച് ശതകോടിക്കണക്കിന് ഡോളർ ബാധ്യത വരുന്ന ഈ നഷ്ടപരിഹാര വ്യവസ്ഥകൾ പ്രമേയത്തിൽ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ തന്നെ ഈ അമേരിക്കയ്ക്കുള്ളിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. അതായത് കറുത്ത വർഗക്കാർക്ക് അടിമത്തത്തിന്റെ പേരിൽ നഷ്ടപരിഹാരം നൽകണമെന്നുള്ള വാദം വളരെ ശക്തമാണ്. കറുത്ത വർഗക്കാർ പറയുന്നത് ഞങ്ങളുടെയൊക്കെ പൂർവികരെ ഇവിടെ കൊണ്ടുവന്ന് അന്ന് കഷ്ടപ്പെടുത്തി അടിമപ്പണി എടുപ്പിച്ചിട്ടുണ്ട്, അപ്പൊ അതിന്റെ ലാഭം എന്നുള്ളവർ എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾക്ക് അവരുടെ മക്കളാണല്ലോ ഞങ്ങള്, അന്നത്തെ കറുത്ത വർഗക്കാരുടെ അടിമകളായിരുന്നവരുടെ. അപ്പൊ ഞങ്ങൾക്ക് അതിന് നഷ്ടപരിഹാരം അവർ തരണം എന്നുള്ള ഒരു വിവാദ വിഷയം അവിടെ ഉണ്ട്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അതൊരു വലിയ വിവാദ വിഷയമാണത്. അപ്പൊ UN പ്രമേയത്തെ അമേരിക്ക പിന്തുണച്ചാൽ അത് തങ്ങളുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ നിയമക്കുരുക്കുകൾ ഉണ്ടാക്കുമെന്ന് അവർക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് അവര് എതിർത്തത്. അല്ലാതെ ആന്റിസെമിറ്റിസ്റ്റായ ഋഷി ശിവദാസ് എന്ന പ്രൊഫൈൽ ഉപയോഗിക്കുന്ന വ്യക്തി പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും. യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധി നടത്തിയ പ്രസംഗത്തിൽ ഇക്കാര്യം പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗവും വായിക്കാം. മൂന്നാമതായി, അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമോ അല്ലെങ്കിൽ കൃത്യതയില്ലാത്തതോ ആയ ചില നിയമപരാമർശങ്ങളിലും അവകാശവാദങ്ങളിലും ഞങ്ങൾക്കും ആശങ്കയുണ്ട്. അക്കാലത്ത് നിലവിലില്ലാതിരുന്ന അന്താരാഷ്ട്ര നിയമങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കാനുള്ള നിർദ്ദേശങ്ങളും നഷ്ടപരിഹാരത്തിനായുള്ള അവകാശവാദങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ സ്ഥാപിത തത്വങ്ങളുമായി ഒത്തുപോകുന്നതല്ല. അന്താരാഷ്ട്ര നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന ശിലയായ നിയമങ്ങൾക്ക് മുൻകാല പ്രാബല്യം ഇല്ലാത്ത തത്വം കർശനമായി പാലിക്കപ്പെടേണ്ടതുണ്ട്. നഷ്ടപരിഹാര അവകാശവാദങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾക്കും ശക്തമായ ഒരു നിയമ അടിസ്ഥാനമില്ല. നഷ്ടപരിഹാര നീതിക്കായുള്ള ഏതൊരു ചട്ടക്കൂടും നിലവിലുള്ള ബഹുരാഷ്ട്ര ഉടമ്പടികളെ അടിസ്ഥാനമാക്കിയായിരിക്കണം. ഈ കാരണങ്ങളാൽ A/80/L48 എന്ന പ്രമേയത്തെ പിന്തുണയ്ക്കാൻ കഴിയാത്തതിൽ യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ആന്റിസെമിറ്റിസവും ക്രൈസ്തവ വിരോധവും തലയ്ക്ക് പിടിച്ച ഋഷി ശിവദാസ് എന്ന പ്രൊഫൈൽ ഉപയോഗിക്കുന്ന വ്യക്തി പറയുന്നത് പോലെ അടിമത്തത്തെയോ അടിമക്കച്ചവടത്തെയോ ഏതെങ്കിലും രീതിയിൽ അനുകൂലിക്കുന്നത് കൊണ്ടല്ല യൂറോപ്യൻ യൂണിയൻ ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത്. പ്രസംഗത്തിന്റെ അവസാനം അവർ പറയുന്നതും കൂടി ഞാൻ വായിക്കാം. അവർ പറയുന്നത് ഇങ്ങനെയാണ്: അടിമക്കച്ചവടത്തോടുള്ള ഞങ്ങളുടെ ശക്തമായ അപലപനം ആവർത്തിച്ചുകൊണ്ടും വ്യക്തമായ ആഭ്യന്തര അന്തർദേശീയ നടപടികളിലൂടെ ഞങ്ങൾ തെളിയിച്ചിട്ടുള്ള ഞങ്ങളുടെ ആത്മാർത്ഥമായ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിച്ചുകൊണ്ടും ഈ വിഷയത്തോടും അതിന്റെ സങ്കീർണതകളോടുമുള്ള അഗാധമായ ആദരവ് കാരണം മാത്രം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകുന്നു. ഈ വിട്ടുനിൽക്കൽ ആ വെറുപ്പുളവാക്കുന്ന ആചാരങ്ങൾ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് അടിമത്തത്തെയും അടിമക്കച്ചവടത്തെയുമാണ് കേട്ടാ. അപ്പൊ ആ വെറുപ്പുളവാക്കുന്ന ആചാരങ്ങളോടുള്ള മൃദു സമീപനമായോ അല്ലെങ്കിൽ രേഖയിലെ നിയമപരമായ രൂപീകരണങ്ങളെ അംഗീകരിക്കുന്നതിനായോ പരോക്ഷമായി സമ്മതിക്കുന്നതിനായോ വ്യാഖ്യാനിക്കരുത്. നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ എല്ലാ പ്രസക്തമായ പ്രക്രിയകളിലും ഈ വിഷയങ്ങളിലുള്ള ഞങ്ങളുടെ പൂർണ്ണമായ നിലപാട് ഞങ്ങൾ നിലനിർത്തുന്നു. അതായത് വളരെ വ്യക്തമായി തന്നെ അവർ പറയുന്നുണ്ട്, അടിമത്തത്തെയും അടിമക്കച്ചവടത്തെയും ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നത് ആവർത്തിക്കുന്നു. അത് വെറുപ്പുളവാക്കുന്ന ആചാരമാണ്, അതിനോട് ഞങ്ങൾക്ക് യാതൊരു മൃദു സമീപനവും ഇല്ല എന്ന്. മാത്രമല്ല, ഈ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ അവർ പറയുന്നതും കൂടി നിങ്ങൾ കേൾക്കണം. അതിങ്ങനെയാണ്: മനുഷ്യചരിത്രത്തിലെ ഏറ്റവും നിഷ്ഠൂരമായ അധ്യായങ്ങളിൽ ഒന്നിനെതിരെ ഒരു പ്രത്യേക പ്രമേയം കൊണ്ടുവരാനുള്ള ആഫ്രിക്കൻ യൂണിയന്റെ മുൻകൈയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദശലക്ഷക്കണക്കിന് ആഫ്രിക്കക്കാരെ ബാധിച്ചതും പറഞ്ഞറിയിക്കാനാവാത്ത ക്രൂരതകൾ ഉൾപ്പെട്ടതുമായ 3 നൂറ്റാണ്ടിലേറെ നീണ്ടുനിന്ന അറ്റ്ലാന്റിക് സമുദ്രം കടന്നുള്ള അടിമക്കച്ചവടം സമാനതകളില്ലാത്ത ഒരു ദുരന്തമായി അവശേഷിക്കുന്നു. അത് മറക്കാൻ കഴിയാത്തതും മറക്കാൻ പാടില്ലാത്തതുമാണ്.
കഴിഞ്ഞ നവംബറിൽ അങ്കോളയിൽ നടന്ന ആഫ്രിക്കൻ യൂണിയന്റെയും യൂറോപ്യൻ യൂണിയന്റെയും 7ാമത് ഉച്ചകോടിയിൽ അടിമക്കച്ചവടം, കോളനി വാഴ്ച, വർണ്ണവിവേചനം എന്നിവയുടെ ഫലമായി ദശലക്ഷക്കണക്കിന് ആളുകൾക്കുണ്ടായ വിവരണാതീതമായ കഷ്ടപ്പാടുകൾ യൂറോപ്യൻ, ആഫ്രിക്കൻ നേതാക്കൾ സംയുക്തമായി അംഗീകരിക്കുകയും അതിൽ അഗാധമായ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അവർ തുടർന്ന് പറയുന്നത്, ഭൂതകാലത്തെ തെറ്റുകളിൽ നിന്ന് പഠിക്കുക എന്നത് നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തമാണ് എന്നാണ്. അപ്പൊ അടിമത്തത്തിനെതിരെയും അടിമ കച്ചവടത്തിനെതിരെയുമുള്ള യൂറോപ്യൻ യൂണിയന്റെ ശക്തമായ നിലപാട് അവർ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. എന്നിട്ടും ആ പോസ്റ്റ് ഇട്ടവൻ പറയുന്നത് എന്താണ്? അടിമത്തത്തെയും അടിമക്കച്ചവടത്തെയും ഇന്നും അനുകൂലിക്കുന്ന ഇസ്രായേലും യുഎസും എന്ന്. ജൂതവിരോധവും ക്രൈസ്തവ വിരോധവും തലയ്ക്ക് പിടിച്ച് കണ്ണ് കാണാതായാലുള്ള കുഴപ്പമാണിത്. ഇതുപോലെയൊക്കെ ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി അവർ പോസ്റ്റ് ഇട്ട് കളയും. EU പ്രതിനിധിയുടെ പ്രസംഗത്തിൽ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള 3ാമത്തെ കാരണമാണ് നമ്മളിപ്പോൾ വായിച്ചത്, അല്ലെങ്കിൽ കുറച്ചു മുമ്പേ വായിച്ചത്. 1ാമത്തെ കാരണം എന്താണെന്ന് അറിയണ്ടേ? അതും ഞാൻ വായിക്കാം. ഒന്നാമതായി, മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പദപ്രയോഗങ്ങളിൽ അതിശയോക്തി ഉപയോഗിക്കുന്നത് നിയമപരമായി ശരിയല്ല. ഉദാഹരണത്തിന്, തലക്കെട്ടിലും രേഖയിലുടനീളവും ഏറ്റവും ഗുരുതരമായ, അതായത് ഗ്രേവസ്റ്റ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് കൊടും ക്രൂരതകൾക്കിടയിൽ ഒരു ശ്രേണി ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. എന്നാൽ മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കിടയിൽ അത്തരമൊരു നിയമപരമായ ശ്രേണി നിലവിലില്ല. ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ഇരയായ എല്ലാവരും അനുഭവിച്ച ദുരിതങ്ങളെ കുറച്ചു കാണാൻ ഇത് കാരണമാവുകയും ഉത്തരവാദിത്വം ഉറപ്പാക്കുന്നതിന് നിർണായകമായ നിയമപരമായ വ്യക്തത ഇതിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു. ഇക്കാര്യത്തിൽ അവ്യക്തത കൊണ്ടുവരുന്നതിനെ ഞങ്ങൾ കർശനമായി നിരാകരിക്കുന്നു. ഈ ഒരു കാര്യത്തിലാണ് ഇസ്രായേൽ ഈ പ്രമേയത്തെ എതിർത്തത്. ഈ 1ാമത്തെ കാരണം പറഞ്ഞല്ലോ, ഇതിലാണ്. ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും എന്ന പ്രശ്നം ഇസ്രായേലിനില്ല. കാരണം 1948 ഇസ്രായേൽ രാഷ്ട്രം രൂപം കൊള്ളുന്നത്. അപ്പൊ അവരുടെ രാജ്യത്ത് അടിമക്കച്ചവടം ഉണ്ടായിട്ടില്ല. 1948 ആയി കഴിഞ്ഞപ്പോഴേക്കും ഒരുമാതിരി ഈ ജനാധിപത്യ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഈ അടിമത്വം ഇല്ലാതായിപ്പോയിരുന്നു. പിന്നെ നിലനിന്നിരുന്നത് ഇസ്ലാമിക രാജ്യങ്ങളിലും മറ്റുമൊക്കെയാണ് നിയമപരമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ഇതൊന്നും ബാധിക്കുന്നതല്ല. എന്നാൽ ഇപ്പൊ ഈ പറഞ്ഞ 1ാമത്തെ കാരണം ഉണ്ടല്ലോ, യൂറോപ്യൻ യൂണിയൻ പറയുന്നത്, ആ കാരണമാണ് ഈ പ്രമേയത്തിനോടുള്ള അവരുടെ എതിർപ്പ്. അതായത് കുറ്റകൃത്യങ്ങളുടെ ഒരു ശ്രേണീകരണമുണ്ട്, ഹയറാർക്കി ഓഫ് അട്രോസിറ്റീസ്. ഈ പ്രമേയത്തിൽ അടിമക്കച്ചവടത്തെ മാനവികതയ്ക്കെതിരായ ഏറ്റവും വലിയ കുറ്റകൃത്യം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ചരിത്രത്തിൽ നടന്ന മറ്റ് കൂട്ടക്കുരുതികളെയും മനുഷ്യത്വരഹിതമായ മറ്റു കുറ്റകൃത്യങ്ങളെയും ചെറുതാക്കി കാണിക്കുന്നതിന് തുല്യമാണിതെന്ന് ഇസ്രായേലും അമേരിക്കയും വാദിച്ചു. മനുഷ്യർക്കെതിരായ ക്രൂരതകളെ പരസ്പരം താരതമ്യം ചെയ്ത് അതിനെ റാങ്ക് ഇടുന്നത് ശരിയല്ലെന്നാണ് അവരുടെ നിലപാട്. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് യഹൂദന്മാരുടെ കാര്യം തന്നെ എടുക്കാം. യഹൂദന്മാർ സാർ ചക്രവർത്തിമാരുടെ കാലത്ത് റഷ്യയിൽ യഹൂദന്മാർ ഹോളോകോസ്റ്റിന് വിധേയരായിട്ടുണ്ട്. ഹിറ്റ്ലറിന്റെ കാലത്ത് യൂറോപ്പിൽ ഹോളോകോസ്റ്റിന് വിധേയരായിട്ടുണ്ട് യഹൂദന്മാർ. എന്നാൽ അതുമാത്രമല്ല, ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടലുകൾക്ക് വിധേയരായ ജനതയാണവർ. AD 70 യെരുശലേം നാശത്തിന്റെ സമയത്തായാലും AD 135 ഹദ്രിയാൻ ചക്രവർത്തിയുടെ കൽപ്പനയാൽ നടന്ന യഹൂദ കൂട്ടക്കുരുതിയിലും ഹിറ്റ്ലർ കൊന്നതിനേക്കാൾ കൂടുതൽ യഹൂദന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ BC കാലഘട്ടത്തിൽ നമ്മൾ മക്കാബായരുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അവിടെ ഈ ഗ്രീക്കുകാരും റോമാക്കാരുടെയൊക്കെ അധിനിവേശം അവിടേക്കുള്ള. അപ്പൊ ആ സമയത്തുള്ളത്, പിന്നെ അറബുകളുടെ അധിനിവേശ സമയത്ത്, അത് കഴിഞ്ഞ് കുരിശുയുദ്ധങ്ങളുടെ കാലത്ത്, അത് കഴിഞ്ഞിട്ട് പിന്നെ യൂറോപ്പിലുള്ള കാലഘട്ടത്തിൽ ഒരു വേട്ടയാടപ്പെടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ വളരെയധികം യഹൂദ കൂട്ടക്കുരുതികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ കൂട്ടക്കുരുതികളൊന്നുമല്ല, ട്രാൻസ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് മാത്രമാണ് മനുഷ്യത്വത്തിനെതിരായ ഏറ്റവും വലിയ കുറ്റകൃത്യം എന്ന് സമ്മതിച്ചുകൊണ്ട് ഒരു പ്രമേയം കൊണ്ടുവരുമ്പോ ആ പ്രമേയത്തിൽ ഒപ്പിടാൻ ഇസ്രായേലിന് എങ്ങനെയാണ് സാധിക്കുക? ഒരിക്കലും സാധിക്കില്ല. വാസ്തവത്തിൽ യഹൂദരാണ് ഇത് പറയേണ്ടത്. മനുഷ്യത്വത്തിനെതിരായ, മനുഷ്യരാശിക്കെതിരായ ഏറ്റവും വലിയ കുറ്റകൃത്യം അത് ഞങ്ങൾക്ക് നേരെയാണ് നടന്നിട്ടുള്ളതെന്ന് അവരാണ് പറയേണ്ടത്. പക്ഷെ അവർ പോലും പറയുന്നില്ല. ഇസ്രായേൽ അങ്ങനെ ഒരു കാര്യം പറയുന്നതേ ഇല്ല. ഇസ്രായേൽ പറയുന്നത് ഇത്തരം കുറ്റകൃത്യങ്ങളെ നമ്മൾ ശ്രേണീകരിക്കരുത്, അതായത് ഓരോരോ ശ്രേണികളായിട്ട് തട്ടായിട്ട് തിരിക്കരുത്, റാങ്കുകൾ ഇടരുത്, പല തട്ടുകളായി തിരിച്ച് ഇത് വലിയ കുറ്റകൃത്യം, മറ്റേത് ചെറുതെന്ന് പറയരുത്, എല്ലാത്തിനെയും നമ്മൾ ഒരേ രീതിയിൽ അപലപിക്കണം. കാരണം ഇതിന്റെ ഇരകളാക്കപ്പെട്ട മനുഷ്യർ എല്ലാവരും ഒരുപോലെ കഷ്ടപ്പാടും ദുരിതവും വേദനയും അനുഭവിച്ചവരാണ് ആ മനുഷ്യരെല്ലാം. അപ്പൊ അതിനെ നമ്മൾ
ഗ്രേഡ് ഇട്ടിട്ട് ഇവരനുഭവിച്ചത് ഒന്നാമത്തെ ഗ്രേഡിൽ വരുന്ന കുറ്റകൃത്യം, മറ്റവർ അനുഭവിച്ചത് രണ്ടാമത്തെ ഗ്രേഡിൽ വരുന്ന കുറ്റകൃത്യം, ഇനി അല്ലെങ്കിൽ അവർ അനുഭവിച്ചത് മൂന്നാമത്തെ ഗ്രേഡിൽ വരുന്ന കുറ്റകൃത്യം എന്നൊക്കെ നമ്മൾ തരംതിരിക്കുന്നത് ഭൂതകാലത്ത് ഈ കഷ്ടപ്പാടും ദുരിതവും വേദനയും സഹിച്ച ആ മനുഷ്യരോട് കാണിക്കുന്ന അനീതിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രമേയത്തെ എതിർക്കുന്നു. ആ ഒരു പദപ്രയോഗം ഉള്ളത് കൊണ്ട് ഞങ്ങൾ അതിനെ എതിർക്കുന്നു എന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. അപ്പൊ യൂറോപ്യൻ യൂണിയന്റെയും നിലപാട് ഇതൊക്കെ തന്നെയാണ്, ഇതൊക്കെ മാറ്റണം എന്നുള്ളത്. അപ്പൊ ഇത്തരം പദപ്രയോഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പ്രമേയം ഒന്നുകൂടി റീറൈറ്റ് ചെയ്ത് പുനർലേഖനം ചെയ്ത് എല്ലാവർക്കും യോജിക്കാൻ പറ്റുന്ന പദപ്രയോഗങ്ങളൊക്കെ വെച്ചിട്ട് ഈ പ്രമേയം അവതരിപ്പിക്കാം, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ പ്രമേയത്തെ പിന്തുണയ്ക്കാമെന്നൊക്കെ യൂറോപ്യൻ യൂണിയൻ പറഞ്ഞതാണ്. അതിനുവേണ്ടി അവർ കുറെ ശ്രമിച്ചതുമാണ്. ചർച്ചയൊക്കെ നടത്തി എല്ലാവർക്കും സ്വീകാര്യമാകുന്ന വിധത്തിൽ പ്രമേയം ഉണ്ടാക്കിയതിന് ശേഷം അത് വോട്ടിനിട്ടാൽ ഒരാളും അതിനെ എതിർക്കാൻ ഉണ്ടാകില്ലായിരുന്നു. ആരും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യില്ലായിരുന്നു. ഐക്യകണ്ഠേന അത് പാസ്സായനെ. പക്ഷെ അത് ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ സമ്മതിച്ചില്ല. അവർക്ക് തങ്ങൾ കൊണ്ടുവന്ന അതേ രീതിയിൽ തന്നെ പ്രമേയം പാസ്സാക്കണം. അതായിരുന്നു അവരുടെ ആവശ്യം. യുവിന്റെ പ്രതിനിധി തന്റെ പ്രസംഗത്തിൽ അക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞാനത് വായിക്കാം. സൃഷ്ടിപരമായ അഭിപ്രായങ്ങൾക്കായി കൂടുതൽ തുറന്ന സമീപനം കാണിക്കണമെന്ന ഞങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥനകൾ ഉണ്ടായിരുന്നിട്ടും പ്രമേയം അവതരിപ്പിച്ചവർ അവരുടെ സമീപനം പുനഃപരിശോധിച്ചില്ല എന്നതിലും ഞങ്ങൾ ഖേദിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇത് കോടിക്കണക്കിന് ഡോളറുകളുടെ സാമ്പത്തിക ബാധ്യതയും ആധുനിക അന്താരാഷ്ട്ര നിയമങ്ങളെ അട്ടിമറിക്കുന്നതുമായ ഒരു നീക്കമായിരുന്നു. അതായത് ഇവിടെ ഈ നിയമങ്ങൾ, അടിമത്തത്തിനെതിരായിട്ടുള്ള നിയമങ്ങളുണ്ടല്ലോ, ആ നിയമങ്ങൾക്ക് സമയപരിധികൾ ബാധകമല്ല എന്നുള്ളത് മുൻകാല പ്രാബല്യം വേണമെന്നുള്ളതാണ്. മനസ്സിലായ? അപ്പൊ ഇതൊക്കെ അന്താരാഷ്ട്ര നിയമങ്ങൾ അട്ടിമറിക്കുന്നതാണ്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ അടിസ്ഥാന തത്വം അല്ലെങ്കിൽ രൂപീകരിക്കുന്ന സമയത്തുള്ള തത്വം എപ്പോഴാണോ നിയമങ്ങൾ വരുന്നത് അപ്പോൾ മുതൽ ആ നിയമ പ്രാബല്യത്തിലുള്ളൂ. അതിന് മുൻകാല പ്രാബല്യം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അതിപ്പോ അവിടെ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും, ആഗോളതലത്തിൽ മാത്രമല്ല, ഓരോരോ രാജ്യങ്ങളുടെ ഉള്ളിൽ നോക്കിയാലും നമുക്കറിയാം നിയമങ്ങളൊക്കെ വന്നതിന് ശേഷമേ ഉള്ളൂ അത് പ്രാബല്യത്തിലാവുന്നത്. ഇപ്പോ കേരളത്തിൽ പൊതുസ്ഥലത്ത് പുകവലിക്കാൻ പാടില്ല, പിഴയുണ്ട്, നമുക്കറിയാം. എന്നാൽ ആ നിയമം വരുന്നതിന് മുമ്പ് എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ആളുകൾ റോഡിൽ നിന്ന് പുകവലിക്കുന്നതൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ബസ്സിൽ കയറിയിട്ട് ആൾക്കാർ ബസ്സിൽ വെച്ച് പുകവലിക്കുന്നുണ്ടായിരുന്നു, ട്രെയിനിനകത്ത് പുകവലിക്കുന്നത്. നമുക്ക് ബുദ്ധിമുട്ടാണ്, പുകവലിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ചൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ പിന്നീട് നിയമം വന്നു, കർശനമായിട്ട് നടപ്പാക്കാൻ തുടങ്ങി, പിഴ വരും, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ അങ്ങനെ പൊതുസ്ഥലത്ത് പുകവലി നമ്മൾ അധികം കാണുന്നില്ല. പക്ഷെ കേരള സർക്കാർ ഈ നിയമം കൊണ്ടുവന്നപ്പോൾ മറ്റുള്ളവർ പറയാണ് ഇതിന് പൂർവ്വകാല പ്രാബല്യം വേണം. 2-3 കൊല്ലം മുമ്പതേ ഒരുത്തൻ എൻ്റെ അടുത്ത് നിന്ന് പുകവലിച്ചിരുന്നു, അവനെ പിഴയിടാക്കാം, അവനെ കൊണ്ട് ഫൈൻ അടപ്പിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് ശരിയാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ആധുനിക അന്താരാഷ്ട്ര നിയമങ്ങളായാലും മറ്റുമൊക്കെ പറഞ്ഞത് എപ്പോഴാണോ നിയമം വരുന്നത് അപ്പം മുതലേ ഉള്ളൂ. പക്ഷെ ഇവരുടെ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് സമയപരിമിതികൾ ഇതിന് ബാധകമല്ല, പുറകോട്ടേക്ക് കൊണ്ടുപോകണം എന്നാണ്. അപ്പൊ ഇതിന്റെയൊക്കെ പേരിലാണ് ഇവർ എതിർത്തത്. അല്ലാതെ ഈ പ്രമേയത്തെ എതിർത്ത ആൾക്കാർക്ക് അടിമത്തത്തോട് പ്രിയമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും മതഗ്രന്ഥം സ്വാധീനിച്ചത് കൊണ്ടോ ഒന്നുമല്ല. മനസ്സിലായോ? ആധുനിക കാലത്തെ അന്താരാഷ്ട്ര നിയമങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കാൻ കഴിയില്ല എന്ന അടിസ്ഥാന നിയമ തത്വത്തെ മുറുകെ പിടിക്കുക മാത്രമാണ് അവർ ചെയ്തത്. ഇതൊരു കേവല നിയമപ്രശ്നമാണ്. അപ്പൊ ഈ കേവല നിയമപ്രശ്നത്തെയാണ് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിക്കാർ അടിമത്ത അനുകൂല നിലപാട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. മനസ്സിലായ? ഐക്യരാഷ്ട്രസഭയ്ക്ക് പ്രസക്തിയുണ്ടോ? പ്രമേയം പാസാക്കിയിട്ട് എന്ത് കാര്യം എന്ന ചോദ്യങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. ഇത് വെറും ഒരു പ്രമേയമാണ്, അഭിപ്രായ രൂപീകരണത്തിന് വേണ്ടിയുള്ള ഒരു അഭ്യാസം മാത്രം എന്നുള്ള പോസ്റ്റ്മാന്റെ ഉഡായിപ്പ് ഇപ്പൊ നിങ്ങൾക്ക് പിടികിട്ടി കാണുമല്ലോ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇത് വെറും ഒരു അഭിപ്രായ രൂപീകരണം മാത്രമാണെന്ന് അയാൾ പറയുന്നത് പച്ചക്കള്ളമാണ്. നമ്മൾ നേരത്തെ കണ്ട UN പ്രമേയത്തിന്റെ രേഖകൾ പ്രകാരം അതിലെ 8-9 ഖണ്ഡികകൾ ആവശ്യപ്പെടുന്നത് വെറും അഭിപ്രായങ്ങളല്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന സംഭവങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് സഹസ്ര കോടിക്കണക്കിന് ഡോളറുകളുടെ സാമ്പത്തിക നഷ്ടപരിഹാരവും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് മുൻകാല പ്രാബല്യം നൽകാനുമാണ് ആ പ്രമേയം ആവശ്യപ്പെടുന്നത്. ഇത്രയും വലിയ സാമ്പത്തിക നിയമ ബാധ്യതകൾ ഉള്ളതുകൊണ്ടാണ് അമേരിക്കയും യൂറോപ്പും അതിനെ എതിർത്തത്. ഈ യാഥാർത്ഥ്യം വായനക്കാർ മനസ്സിലാക്കിയാൽ താൻ ഉദ്ദേശിക്കുന്ന അമേരിക്കൻ വിരുദ്ധ ജൂതവിരുദ്ധ പ്രൊപ്പഗണ്ട അവിടെ വിലപ്പോകില്ല എന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് അയാൾ ആ പ്രമേയത്തിന്റെ ഗൗരവം ബോധപൂർവം കുറച്ചു കാണിക്കുകയാണ്. ഇത് വെറും ഒരു അഭിപ്രായ രൂപീകരണം മാത്രമാണെന്നും പറഞ്ഞുകൊണ്ട്. മാത്രമല്ല വായനക്കാര്
ഈ യുക്തിസഹമായി ചിന്തിക്കുന്നതിനെ ആദ്യമേ തന്നെ തടയാനുള്ള ഒരു സൈക്കോളജിക്കൽ തന്ത്രമാണിത്. ഈ പ്രമേയത്തിൽ എന്ത് പ്രസക്തിയാ ഉള്ളത്, ഇതിലെന്ത് കാര്യമാണുള്ളതെന്ന് ആരും ചോദിക്കരുതെന്ന് ആദ്യമേ പറയുന്നതിലൂടെ വായനക്കാരോട് അയാൾ പരോക്ഷമായി ആവശ്യപ്പെടുന്നത് എന്താണ്? നിങ്ങൾ യുക്തി ഉപയോഗിക്കരുത്, നിങ്ങൾ എന്നോട് ചോദ്യങ്ങളും ചോദിക്കാൻ വരരുത്, ഞാൻ ഈ നൽകുന്ന വൈകാരികമായ ചിത്രങ്ങളും നുണകളും മാത്രം കണ്ട് വിശ്വസിച്ച് അമേരിക്കയെയും ഇസ്രായേലിനെയും നിങ്ങൾ തെറി വിളിച്ചാൽ മാത്രം മതി. നിങ്ങൾ അത് മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട, ചോദ്യം ചോദിക്കുകയും വേണ്ട. അപ്പൊ ചോദ്യങ്ങളെയും യുക്തികളെയും ഭയക്കുന്ന അജണ്ടകൾ ഉള്ളവരുടെ സ്ഥിരം തന്ത്രമാണിത്. മാത്രമല്ല, ഇയാൾ അവകാശപ്പെടുന്നത് പോലെ അഭിപ്രായ രൂപീകരണത്തിന് വേണ്ടിയുള്ള വെറുമൊരു അഭ്യാസം മാത്രമാണ് അതെങ്കിൽ പിന്നെ എന്തിനാണ് അമേരിക്കയും ഇസ്രായേലും അതിനെതിരെ വോട്ട് ചെയ്തെന്ന് പറഞ്ഞ് ഇയാള് ഇങ്ങനെ ഈ പോസ്റ്റർ അടിച്ചൊക്കെ കരയുന്നത്? യാതൊരു പ്രസക്തിയുമില്ലാത്ത ഒരു കടലാസ് കഷ്ണത്തിനെതിരെ ആരെങ്കിലും വോട്ട് ചെയ്തതിന് എന്തിനാണ് ഇയാൾ ഇത്ര വലിയ ബഹളം ഉണ്ടാക്കുന്നത്? ചുരുക്കത്തിൽ, സത്യം മറച്ചുവെക്കാനും സാമ്പത്തിക നഷ്ടപരിഹാരം എന്ന അമേരിക്കയുടെ വിയോജിപ്പിന്റെ യഥാർത്ഥ കാരണത്തെ വായനക്കാരിൽ നിന്ന് ഒളിച്ചുവെക്കാനും വേണ്ടി ഇയാൾ ബോധപൂർവം നടത്തിയ ഒരു പുകമറ മാത്രമാണ് ആദ്യത്തെ വരികൾ. തങ്ങളുടെ അജണ്ടകൾക്ക് വിരുദ്ധമായ യാഥാർത്ഥ്യങ്ങളെ മൂടിവെക്കാൻ ഇവർ ഉപയോഗിക്കുന്ന ഇത്തരം കുടിലതന്ത്രങ്ങളെ നാം തിരിച്ചറിയാതെ പോകരുത്. അപ്പൊ അവര് അമേരിക്ക ആകട്ടെ യൂറോപ്യൻ രാജ്യങ്ങളാകട്ടെ അവരൊക്കെ ആ രാജ്യങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച സാമ്പത്തിക നിയമ ബാധ്യതകളെ പ്രതിരോധിക്കുക മാത്രമാണ് അവർ ചെയ്തത്. മനസ്സിലായോ? അല്ലാതെ അത് അടിമത്തത്തിനുള്ള അവരുടെ അനുകൂല നിലപാടൊന്നുമല്ല. ഇനി നമുക്ക് ഇവരുടെ ഇരട്ടത്താപ്പിലേക്ക് വരാം. ഈ പോസ്റ്റ് ഇട്ട സംഖ്യ കുഞ്ഞുങ്ങളുടെ ഇരട്ടത്താപ്പിലേക്ക് വരാം. പാശ്ചാത്യ രാജ്യങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെയ്ത തെറ്റിന് സാമ്പത്തികമായി നഷ്ടപരിഹാരം നൽകണം എന്ന് വാദിക്കുന്ന ഇവർ യഥാർത്ഥത്തിൽ സ്പെഷ്യൽ പ്ലീഡിംഗ് എന്ന ലോജിക്കൽ ഫാലസിയാണ് ഉപയോഗിക്കുന്നത്. അതായത്, തങ്ങൾക്ക് സൗകര്യപ്രദമായ കാര്യങ്ങൾക്ക് ഒരു നിയമവും തങ്ങൾക്ക് ദോഷം വരുന്ന കാര്യങ്ങൾക്ക് വേറൊരു നിയമവും. ഈ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന അടിമത്തത്തിന്റെ പേരിൽ പാശ്ചാത്യ രാജ്യങ്ങൾ അന്നത്തെ അടിമകളുടെ പിൻഗാമികൾക്ക്, അല്ലെങ്കിൽ ആ അടിമകളെ ഏത് രാജ്യത്തു നിന്നാണോ പിടിച്ചുകൊണ്ടുവന്നത് ആ രാജ്യത്തുള്ളവർക്ക് നഷ്ടപരിഹാരം നൽകണം എന്ന് വാദിക്കുന്ന ഈ സംഘി പ്രൊഫൈലുകളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള തെറ്റിന് ഇന്നത്തെ തലമുറ വില കൊടുക്കണമെങ്കിൽ അത് പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രം പോരല്ലോ, ഇന്ത്യയിലും അത് ബാധകമാക്കണ്ടേ? വേണ്ടേ? ഇന്ത്യയിലും വേണ്ടേ? ഞാൻ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. AD 6-ാം നൂറ്റാണ്ടിന് ശേഷം കേരളത്തിലേക്ക് കുടിയേറിയ ബ്രാഹ്മണർ ഈ മണ്ണിന്റെ അവകാശികളായ എന്റെ പൂർവികരുടെ ഭൂമി തട്ടിയെടുക്കുകയും അവരെ അടിമകളാക്കി മാറ്റുകയും ഒരു സഹസ്രാബ്ദത്തിലധികം കാലം അവരുടെ അധ്വാനത്തെ ചൂഷണം ചെയ്ത് തിന്നുകയും ചെയ്തിട്ടുണ്ട്. അയിത്തക്കാർ എന്ന മുദ്രകുത്തി അവർക്ക് സാമൂഹ്യ ജീവിതം നിഷേധിക്കുകയും സമൂഹത്തിന്റെ പുറംപോക്കിലേക്ക് അവരെ വലിച്ചെറിയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ വരത്തന്മാരായ ഹിന്ദുക്കളുടെ അടിമകളായി ജീവിക്കേണ്ടി വന്ന ഹതഭാഗ്യരാണ് ഈഴവർ മുതൽ ജാതി ശ്രേണിയിൽ താഴോട്ടുള്ള എല്ലാവരും തന്നെ. എന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 അതില് അയിത്തത്തിനെതിരായിട്ട് അയിത്തവും, അതുപോലെ ആർട്ടിക്കിൾ 23 നിർബന്ധിത തൊഴിൽ ചൂഷണവും നിരോധിക്കുന്നുണ്ട്. അതുകൊണ്ട് പണ്ടത്തേതുപോലെ ഹിന്ദുമത ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങൾ അനുസരിച്ച് ഇന്ന് ശൂദ്രരെയും അവർണരെയും നിയമവിധേയമായി ചൂഷണം ചെയ്യാൻ സാധിക്കില്ല. അതിന്റെ അർത്ഥം ദളിതുകൾ ഇന്ത്യയിൽ ചൂഷണം ചെയ്യപ്പെടുന്നില്ല എന്നല്ല കേട്ടാ, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ചൂഷണമൊക്കെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്, അതേ പുറകെ വിശദീകരിക്കുന്നുമുണ്ട്. എന്നാൽ ഞാൻ പറയുന്നത് ഈ നടക്കുന്ന ചൂഷണങ്ങളെല്ലാം തന്നെ പണ്ടത്തേതുപോലെ നിയമവിധേയമായിട്ടല്ല. ആർഷ സംസ്കാര കാലത്തെ ഇതൊക്കെ നിയമമായിരുന്നു. ശൂദ്രന്റെ സ്വത്ത് പിടിച്ചെടുക്കലായാലും അവന്റെ ഭൂമി പിടിച്ചെടുക്കലായാലും മറ്റെന്തും. ഇപ്പൊ അതൊന്നും നിയമവിധേയമല്ല, നിയമവിരുദ്ധമായിട്ടാണ് നടക്കുന്നത്. അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കുമെതിരെ ഇവർ പ്രയോഗിച്ച അതേ യുക്തിയും മുൻകാല പ്രാബല്യവും നമ്മൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നൽകിയാൽ എന്താകും അവസ്ഥ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പഴയ സ്മൃതി നിയമങ്ങളുടെ കാലഘട്ടത്തിലേക്ക് 1950 നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനാ തത്വങ്ങൾക്ക് ഒരു മുൻകാല പ്രാബല്യം കൊടുത്താൽ എന്താകും സംഭവിക്കുക? എന്താ സംഭവിക്കുക? കേരളത്തിൽ 1000 കൊല്ലത്തിന് മുകളിലും ഉത്തരേന്ത്യയിൽ 2000 വർഷങ്ങൾക്ക് മുകളിലുമായി ഇന്ത്യയിലെ ത്രൈവർണികർ ശൂദ്രരെയും അവർണരെയും ദളിതരെയും ആദിവാസികളെയും അതിക്രൂരമായി ചൂഷണം ചെയ്തതിന് അവരെ കൊണ്ട് മൃഗങ്ങളെ പോലെ സൗജന്യമായി പണിയെടുപ്പിച്ച് ഈ കാണുന്ന സാമ്പത്തിക മേധാവിത്വ
അത്രയും കെട്ടിപ്പടുത്തതിന്, സ്വന്തം ഉച്ഛിഷ്ടം അവർക്ക് ഭക്ഷണമായി കൊടുത്ത് അവരെ അടിമത്തത്തിൽ തന്നെ നിലനിർത്തിയതിന്, അവരുടെ ഭൂമിയും സമ്പാദ്യങ്ങളും പിടിച്ചെടുത്തതിന്, ഇന്നത്തെ ശൂദ്രരുടെയും അവർണരുടെയും ദളിതരുടെയും ആദിവാസികളുടെയും തലമുറകൾക്ക് എത്ര ലക്ഷം കോടി രൂപയുടെ നഷ്ടപരിഹാരവും ഭൂമിയും ഈ സവർണർ തിരികെ നൽകേണ്ടി വരും. ഈ ചരിത്രപരമായ നഷ്ടപരിഹാരം നൽകാൻ ഐക്യരാഷ്ട്രസഭയിലെ പ്രമേയത്തെ അനുകൂലിച്ച് പോസ്റ്റിടുന്ന ഇവിടുത്തെ സംഖ്യക്കുട്ടന്മാർ തയ്യാറാകുമോ? ഈ ഒരൊറ്റ ചോദ്യത്തിൽ തീരാവുന്നതേ ഉള്ളൂ ഇവരുടെ ഈ മനുഷ്യാവകാശ പോരാട്ടം. സ്വന്തം രാജ്യത്ത് ദളിതിന് 1 സെന്റ് ഭൂമി നൽകുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. സഹസ്രാബ്ദങ്ങളായി അവരോട് കാണിച്ച അനീതിക്കും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും അവരെ മാറ്റി നിർത്തിയതിനും പരിഹാരമായിട്ട് അവരെ തിരിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും വേണ്ടി ഭരണഘടന വിഭാവനം ചെയ്ത സംവിധാനമുണ്ടല്ലോ, സംവരണം എന്ന് പറയുന്ന സംഗതി. ആ കാര്യം പോലും എടുത്തു കളയണം. നിലവിലെ ഭരണഘടനയിലുള്ള പട്ടികജാതി പട്ടികവർഗ സംവരണം പോലും എടുത്തു കളയണം എന്ന് വാദിക്കുന്നവന്മാരാണ് ഇവന്മാര്. ഈ ടീംസാണ് കറുത്ത വർഗക്കാർക്ക് കോടികളുടെ നഷ്ടപരിഹാരം നൽകാൻ അമേരിക്കയെയും യൂറോപ്പിനെയും ഉപദേശിക്കുന്നത്. ഉളുപ്പെന്ന് പറയുന്ന സാധനം നിന്റെയൊക്കെ 7 അയലത്തൂടി പോയിട്ടുണ്ടോടാ? ഉണ്ടോ? ഇനി നമുക്ക് അമേരിക്കയുടെ കാര്യം നോക്കാം. അമേരിക്കയിൽ തങ്ങളുടെ പൂർവികർ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി റെഡ് ഇന്ത്യൻസിനും കറുത്ത വർഗക്കാർക്കും നിയമപരിരക്ഷ ലഭിക്കുന്ന പ്രത്യേക നിയമങ്ങളുണ്ട്. തദ്ദേശീയരായ ജനവിഭാഗങ്ങൾക്ക് ഫെഡറൽ ഗവൺമെന്റ് നേരിട്ട് നൽകുന്ന സാമ്പത്തിക സഹായങ്ങളുടെയും ക്ഷേമ പദ്ധതികളുടെയും ഒക്കെ ഔദ്യോഗിക വിവരങ്ങളാണിത്. ഇതിനായി അമേരിക്കൻ ഗവൺമെന്റിന് കീഴിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ അഫയേഴ്സ് എന്നൊരു പ്രത്യേക വകുപ്പും തന്നെയുണ്ട്. ഇന്ത്യയിലെ ദളിതരോടും ആദിവാസികളോടും ചെയ്ത ക്രൂരതകൾക്ക് സവർണർ എന്ത് പ്രായശ്ചിത്തമാണ് ചെയ്തത്? ഇവിടെ അമേരിക്കയില് റെഡ് ഇന്ത്യൻസിന്റെ ആരോഗ്യ സംരക്ഷണത്തിനായി കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിക്കുന്ന ഇന്ത്യൻ ഹെൽത്ത് സർവീസ്, ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ അല്ല, റെഡ് ഇന്ത്യൻസ് എന്നുള്ള അർത്ഥത്തില, ഇന്ത്യൻ ഹെൽത്ത് സർവീസ് എന്ന ഫെഡറൽ ഏജൻസിയുടെ വെബ്സൈറ്റാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. ഇന്ത്യയിലെ ദളിതരുടെ വിദ്യാഭ്യാസ സംവരണവും തൊഴിൽ സംവരണവും ഒക്കെ എടുത്തു കളയണം എന്ന് വാദിക്കുന്ന സംഖ്യകൾ ഇത് കാണണം. അമേരിക്കൻ തൊഴിലിടങ്ങളിൽ കറുത്ത വർഗക്കാർക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും മുൻഗണനയും തുല്യ പ്രാതിനിധ്യവും ഉറപ്പാക്കുന്ന അഫർമേറ്റീവ് ആക്ഷൻ നിയമത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബർ വെബ്സൈറ്റിലെ രേഖയാണിത്. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട സംരംഭകർക്ക് ബിസിനസ് തുടങ്ങാനും വികസിപ്പിക്കാനും അമേരിക്കൻ ഗവൺമെന്റ് നൽകുന്ന സാമ്പത്തിക സഹായങ്ങളും ഗ്രാന്റുകളും ലഭ്യമാക്കുന്ന ഫെഡറൽ ഏജൻസിയുടെ വെബ്സൈറ്റാണിത്. അമേരിക്കയിൽ എത്തുന്ന അഭയാർത്ഥികൾക്ക് ഗവൺമെന്റ് നൽകുന്ന ക്യാഷ് സപ്പോർട്ടും മെഡിക്കൽ സഹായങ്ങളെക്കുറിച്ചുമുള്ള ഔദ്യോഗിക രേഖയാണ് നിങ്ങൾ ഈ കാണുന്നത്. അവരവിടെ അഭയാർത്ഥികളായി ചെല്ലാൻ കാരണം അമേരിക്കയൊന്നുമല്ല. അവരെ സഹായിക്കേണ്ട ഒരു ബാധ്യതയും അമേരിക്കയ്ക്കില്ല. എന്നിട്ടും അമേരിക്കൻ ഗവൺമെന്റ് അഭയാർത്ഥികൾക്ക് സഹായങ്ങൾ നൽകുന്നുണ്ട്. മനസ്സിലായോ? അതായത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തങ്ങളുടെ പൂർവികർ ചെയ്തിട്ടുള്ള തെറ്റിന് ഇന്നത്തെ ആധുനിക നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് കഴിയുന്നത്ര പ്രായശ്ചിത്തം ചെയ്യാൻ അമേരിക്കക്കാർ ശ്രമിക്കുന്നുണ്ട്. അവരോടാണ് ഇന്ത്യയിലെ കോടിക്കണക്കിന് ദളിതർക്കും ആദിവാസികൾക്കും നിലവിലുള്ള സംവരണം പോലും എടുത്തു കളയണം എന്ന് ആക്രോശിക്കുന്ന ഇവന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പത്തെ കാര്യങ്ങൾ പറഞ്ഞ് അതിന് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് ഉപദേശിക്കാൻ ചെല്ലുന്നത്. ഇവന്മാരുടെ നാട്ടിൽ ഇവരെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കറിയാം. ഈ പാശ്ചാത്യ രാജ്യങ്ങൾ നഷ്ടപരിഹാരം നൽകണം എന്ന വാദത്തിൽ ഇവന്മാർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ശൂദ്രർക്കും അവർണർക്കും ദളിതർക്കും ആദിവാസികൾക്കും ഒക്കെ ത്രൈവർണികർ ദശലക്ഷക്കണക്കിന് കോടി രൂപയുടെ നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരാണെന്ന് അവർ സമ്മതിക്കേണ്ടി വരും. അതല്ല, പഴയ തലമുറ ചെയ്ത തെറ്റുകൾക്ക് ഇന്നത്തെ തലമുറ എങ്ങനെ ഉത്തരവാദികളാകും? അല്ലെങ്കിൽ അക്കാലത്ത് ഇന്നത്തെ പോലെ ഭരണഘടനയോ മനുഷ്യാവകാശങ്ങളോ ഒന്നും നിലവിലില്ലായിരുന്നല്ലോ എന്നാണ് നിങ്ങൾ മറുപടി പറയുന്നതെങ്കിൽ ഐക്യരാഷ്ട്രസഭയിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഉന്നയിച്ച അതേ വാദങ്ങൾ തന്നെയാണ് നിങ്ങൾ സ്വന്തം കാര്യത്തിൽ ഉപയോഗിക്കുന്നത്. അത് മറക്കാതിരിക്കുക. വെള്ളക്കാരുടെ ചരിത്രപരമായ തെറ്റുകൾക്ക് ഇന്നത്തെ ആധുനിക നിയമങ്ങൾ വെച്ച് ശിക്ഷിക്കണം എന്ന് വാദിക്കുകയും സ്വന്തം രാജ്യത്തെ ത്രൈവർണികർ ചെയ്ത അതിലും വലുതും അതിലും ദീർഘകാലം നിലനിന്നതുമായ ചരിത്രത്തിലെ തെറ്റുകൾക്ക് ആ നിയമവും യുക്തിയും ബാധകമല്ല എന്ന് പറയുകയും ചെയ്യുന്നതിനെയാണ് ഡബിൾ ഡാഡി സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഡബിൾ ഡാഡി സിൻഡ്രോം. പാശ്ചാത്യ രാജ്യങ്ങളിലെ അടിമത്തം സാമ്പത്തിക ചൂഷണത്തിൽ അധിഷ്ഠിതമായിരുന്നെങ്കിൽ ഇന്ത്യയിലെ അടിമത്തം മതപരമായി അംഗീകരിക്കപ്പെട്ടതും, എന്ന് വെച്ചാൽ ഇവരുടെ മതഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ
ഒരെണ്ണം പോലും ഒഴിവില്ല. ഇവരുടെ മതഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ വേദങ്ങളാകട്ടെ, പുരാണങ്ങളാകട്ടെ, സ്മൃതികളാകട്ടെ, ഉപനിഷത്തുക്കളാകട്ടെ, ഇതിഹാസങ്ങളാകട്ടെ, ബ്രാഹ്മണങ്ങളാകട്ടെ, ഭാഷ്യങ്ങളാകട്ടെ, ആരണ്യങ്ങളാകട്ടെ, സൂത്രങ്ങളാകട്ടെ, ആഗമങ്ങളാകട്ടെ, തന്ത്രങ്ങളാകട്ടെ, ദർശനങ്ങളാകട്ടെ, വേദാംഗങ്ങളാകട്ടെ, ഉപവേദങ്ങളാകട്ടെ, അവയിലെല്ലാം തന്നെ ഈ വർണ്ണവ്യവസ്ഥയ്ക്ക് അംഗീകാരം ഉണ്ടായിരുന്നു. മനസ്സിലായോ? ഇതെല്ലാം വർണ്ണവ്യവസ്ഥയ്ക്ക് അംഗീകാരം കൊടുക്കുന്നുണ്ട്. അതായത് ജനനം മുതൽ മരണം വരെ അടിച്ചേൽപ്പിക്കപ്പെട്ട മതനിയമമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന അടിമത്തം. അതൊരിക്കലും അവനെ ഒഴിവാക്കാൻ പറ്റില്ല. ജന്മനാ ലഭിച്ചതായിട്ടാണ് ഇവരുടെ സ്മൃതികളിലൊക്കെ പറയുന്നത്. പാശ്ചാത്യരെ സംബന്ധിച്ച് അവർക്ക് തങ്ങളുടെ തെറ്റ് മനസ്സിലായി. അവർ തെറ്റ് തിരിച്ചറിയുകയും നിയമം മൂലം അതിനെ നിരോധിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ത്യയിൽ ആ അടിമത്തം ഇന്നും ജാതി എന്ന പേരിൽ ആചാരങ്ങളായും ദുരഭിമാന കൊലകളായും സംവരണ വിരുദ്ധതയായും രൂപം മാറി നിലനിൽക്കുന്നുണ്ട്. കാരണം ഇവിടെ ഇത് മതത്തിന്റെ ഭാഗമായിട്ടാണ് സ്ഥാപിക്കപ്പെട്ടത്. ആ മതം ഉള്ള കാലത്തോളം അടിമത്തവും ഇവിടെ ഉണ്ടാകും. ഈ തിരിച്ചറിവ് ഉള്ളതുകൊണ്ടാണ് EV രാമസ്വാമി നായ്ക്കറെ പോലെയുള്ളവർ ഹിന്ദുമതം നശിപ്പിക്കപ്പെടണം എന്ന് പറഞ്ഞത്. പലരും ഹിന്ദുമതം പരിഷ്കരിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാലത്താണ് രാമസ്വാമി നായ്ക്കലെ പോലെയുള്ള ആൾക്കാർ ഹിന്ദുമതം നശിപ്പിക്കപ്പെടണം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഭൂതകാലത്തെ അടിമത്തം അവിടെ നിൽക്കട്ടെ, കഴിഞ്ഞു പോയത് പണ്ടത്തെ കാര്യമല്ലേ എന്ന് പറഞ്ഞ് നമുക്കത് വിടാം. പക്ഷേ ഇന്ന് ഈ 21ാം നൂറ്റാണ്ടിൽ ആധുനിക അടിമത്തത്തിന്റെ കാര്യം നമുക്ക് നോക്കാം. മോഡേൺ ഡേ സ്ലേവറി എന്ന് പറയുന്നത്. ഈ 21ാം നൂറ്റാണ്ടിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ അടിമകൾ ഉള്ളത് ഏത് രാജ്യത്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഏറ്റവും കൂടുതൽ അടിമകളുള്ളത് വേറെ എങ്ങുമല്ല, നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ തന്നെയാണ്. ഇന്ത്യയിൽ വർക്ക് ഫ്രീ ഫൗണ്ടേഷൻ അവർ പുറത്തുവിട്ട ഗ്ലോബൽ സ്ലേവറി ഇൻഡെക്സ് 2023 2023 ഗ്ലോബൽ സ്ലേവറി ഇൻഡെക്സ് അതിനകത്തുള്ള കണക്കുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ആധുനിക അടിമകളുള്ള രാജ്യം ഇന്ത്യയാണ്. ഏകദേശം 11 കോടി മനുഷ്യരാണ് ഇന്ത്യയിൽ ഇന്ന് അടിമപ്പണി എടുക്കുന്നത്. ഏതാണ്ട് 5000 ഇന്ത്യക്കാരിൽ 8 പേർ അടിമകളാണ്. അമേരിക്കയിൽ 300 കൊല്ലത്തിനിടയിൽ ഉണ്ടായിരുന്ന മൊത്തം അടിമകളെക്കാൾ കൂടുതലാണ് ഇന്ന് ഈ 2026 ഇന്ത്യയിലുള്ള അടിമകൾ. ആധുനിക അടിമത്തത്തിന്റെ കേന്ദ്രം ഇന്ത്യയാണെന്നാണ് ദി ഗ്ലോബലിസ്റ്റ്.com പറയുന്നത്. ചൈനയിലെ അടിമകളെക്കാൾ 5 മടങ്ങും പാകിസ്ഥാനിലെ അടിമകളെക്കാൾ 7 മടങ്ങും അടിമകൾ ഇന്ത്യയിലുണ്ട്. ആഗോള അടിമത്തത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദ ഹിന്ദുവിൽ വന്ന വാർത്തയാണിത്. ഇനി ഇത് ഇന്ത്യൻ പത്രങ്ങളിൽ മാത്രമല്ല, വിദേശ പത്രങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ത്യ ഹാസ് ദ മോസ്റ്റ് പീപ്പിൾ ലിവിംഗ് ഇൻ മോഡേൺ സ്ലേവറി എന്ന പേരിൽ ദ വാൾ സ്ട്രീറ്റ് ജേണലിൽ വന്ന വാർത്തയാണ് നിങ്ങൾ ഈ കാണുന്നത്. വെറും 500 രൂപയ്ക്ക് ഇന്ത്യയിൽ കുട്ടികളെ അടിമകളായി വിൽക്കുന്ന മാതാപിതാക്കളുണ്ട്. വെറും 500 രൂപയ്ക്ക്. 500 രൂപ എന്ന് പറഞ്ഞാൽ $5.5 $5 താഴെ ആ വിലയ്ക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ വിൽക്കുന്നു. ഈ വാർത്തയിൽ അത് പറയുന്നുണ്ട്. ഇന്ത്യയിലെയും ഏഷ്യൻ രാജ്യങ്ങളിലെയും ചൈൽഡ് സ്ലേവറിയെ കുറിച്ച് നൊബേൽ സമ്മാന ജേതാവ് കൈലാഷ് സത്യാർത്ഥി വേൾഡ് എക്കണോമിക് ഫോറത്തിൽ എഴുതിയ ലേഖനമാണിത് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഹെഡിങ് അടക്കം ഞാനിത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് വേറെ ഒന്നിനുമല്ല, താല്പര്യമുള്ളവർക്ക് സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്തതൊക്കെ കിട്ടും, വായിച്ചു നോക്കാം. ആരാണ് ഈ അടിമകൾ? ഇന്നും ഇവിടെയുള്ള ഈ അടിമകൾ 11 മില്യൺ, 1,10,00,000. ഈ അടിമകൾ ആരാ? ഉത്തരേന്ത്യയിലെ ഇഷ്ടികക്കളങ്ങളിലും ഖനികളിലും കൃഷിയിടങ്ങളിലും തലമുറകളായി വെയിലുകൊണ്ട് അടിമപ്പണി ചെയ്യുന്നവരിൽ മഹാഭൂരിപക്ഷവും ദളിതരും ആദിവാസികളുമാണ്. ഉത്തരേന്ത്യയിലെ ധനികരായ ആളുകളിൽ നിന്ന് പലിശയ്ക്ക് കടമെടുത്ത് എന്തെങ്കിലും കാരണവശാൽ കടം തിരിച്ചടവ് അതിന്റെ മുടങ്ങും. അങ്ങനെ മുടക്കം വന്നാൽ അവർ ഈ മനുഷ്യരെയും അവരുടെ കുഞ്ഞുങ്ങളെയും ഒക്കെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ച് പണം നൽകാതെ രാപ്പകൽ പണിയെടുപ്പിക്കുന്നു. അവർ ജോലി ചെയ്യുന്നതെല്ലാം പലിശയിലേക്ക് മാത്രമാണ് പോകുന്നത്. മനസ്സിലായോ? ഈ കടം മുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ചെല്ലില്ല, മുടങ്ങട്ടെ എന്ന് തന്നെ എഴുതി വിടും. അപ്പൊ അവര് ചിലപ്പോൾ അസുഖം എന്തെങ്കിലുമൊക്കെ വന്നു, ബജറ്റ് താളം തെറ്റിപ്പോയി, അടയ്ക്കാൻ പറ്റുന്നില്ല. ഗ്രാമപ്രദേശത്തൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അടുത്ത മാസവും പറ്റുന്നില്ല. പിന്നെ അങ്ങനെ അടയ്ക്കൊക്കെ മുടങ്ങിയൊക്കെ കഴിയുമ്പോൾ ഇവര് കൊണ്ട് പിന്നെ കണക്ക് പറയും, ഇത്ര നാളത്തെ മുടങ്ങിയിട്ടുണ്ട്, പലിശ അടക്കം ഇത്ര രൂപയായെന്നും പറഞ്ഞ് വലിയൊരു തുക പറയും. എന്നിട്ട് ആ തുകയ്ക്ക് മാസം ഇത്ര പലിശ വെച്ച് തരണം.
അപ്പോൾ അതുവരെ കൊടുക്കാനില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, പണിയെടുത്ത് പോയിട്ട് അത് പണിയെടുത്തിട്ട് ഇത് മുഴുവൻ പരിശീലിക്കാൻ പോകുന്നു. മുതലിപ്പോഴും ഉണ്ട്, മുതലിപ്പോഴും തന്നു തീർക്കാനുണ്ടെന്നും പറഞ്ഞ് ഇവരെ ജീവിതകാലം മുഴുവൻ, ജീവിതം എന്ന് വെച്ചാൽ അവരുടെ ജീവിതകാലം മാത്രമല്ല, ഈ അപ്പം മരിച്ചിട്ടുണ്ടായിരിക്കും, അമ്മ മരിച്ചിട്ടുണ്ടാവും, മക്കളോട് പറയും മാതാപിതാക്കളുടെ പൈസ അടച്ചു തീർക്ക്. എങ്ങനെ അടച്ചു തീർക്കാൻ പറ്റും? ഇവൻ പണിയെടുക്കുന്നുണ്ട്, പണിയെടുക്കാഞ്ഞിട്ടല്ല, അത് മുഴുവൻ പലിശയിലേക്ക് പോകാമെന്നും പറഞ്ഞിട്ടാണ് ഇവനെ കൊണ്ട് ഈ പണിയെടുപ്പിക്കുന്നത്. അവന്റെ മക്കളുണ്ടായാലും ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മോഡേൺ ഡേ സ്ലേവറി എന്ന് പറഞ്ഞാൽ കയ്യിലും കാലിലും ഒക്കെ ചങ്ങലക്കിട്ടിട്ട് പണിയെടുപ്പിക്കുന്നതല്ല, ഇതേപോലത്തെ ഓരോരോ കെണികളിൽ കൊണ്ടുപോയി കുടുക്കിയിട്ട് പണിയെടുപ്പിക്കുകയാണ്. മനസ്സിലായേ? പിന്നെ അതല്ലാതെ തട്ടിക്കൊണ്ടുവന്ന് പണിയെടുപ്പിക്കുന്നുണ്ട് കേട്ടോ. അക്ഷരാർത്ഥത്തിൽ കൈക്കും കാലിലും ചങ്ങലയിട്ട് പണിയെടുപ്പിക്കുന്നതൊക്കെ ഉണ്ട്. അത് പക്ഷെ പുറത്ത് ആളുകൾ വരുന്നിടത്തുനിന്നല്ല, അകത്തൊക്കെ ഉള്ള സ്ഥലത്താണ്, പുഷ്ടിയകളങ്ങൾ അങ്ങനെയുള്ളിടത്തൊക്കെ. എന്നാൽ കശാപ്പ് ശാലകളിൽ അല്ലെങ്കിൽ അവരുടെ കടകളിൽ ജോലിക്കാരായിട്ട് അങ്ങനെയൊക്കെ അടിമ പണിയെടുക്കുന്നവരുണ്ട്. കൂലി കിട്ടില്ല അവർക്ക്. മനസ്സിലായ? അപ്പൊ ഇതൊക്കെ അതത് സംസ്ഥാന സർക്കാരുകൾക്ക് കൃത്യമായിട്ട് അറിയാം, കേന്ദ്ര സർക്കാരിനും അറിയാം. പക്ഷെ അവര് ഇതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കില്ല, കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരുകളായാലും. കാരണം ഈ മുതലാളിമാരുണ്ടല്ലോ, അവരുടെ വോട്ട് ബാങ്കും ഫണ്ടിങ് സ്രോതസ്സുകളും ഒക്കെയാണ് ഈ മുതലാളിമാർക്ക്. നമ്മുടെ ഈ കേരളത്തിലെ അവസ്ഥ ഉത്തരേന്ത്യയിൽ നിങ്ങൾ ചിന്തിക്കല്ലേ, അവിടെയൊക്കെ ഈ ജമീന്ദാർമാരൊക്കെ പറയുന്ന വാക്കുകൾക്ക് നല്ല വിലയാണ്. ഇന്ന ആൾക്ക് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞ ആൾക്ക് വോട്ട് ചെയ്യണം. അയാൾ അവരുടെ ആ മണ്ഡലത്തിൽ നിന്ന് അയാള്, ഈ ജമീന്ദാർ പറഞ്ഞ ആള് ഇത്ര വോട്ട് പിടിച്ചിട്ടില്ലെങ്കിൽ അത് അനുഭവിക്കേണ്ടി വരുന്നത് ഈ അടിമകളാണ്. മനസ്സിലായേ? അപ്പൊ അതുകൊണ്ട് അടിമകൾ ഇയാൾ പറയുന്നവർക്കേ കുത്തുകയുള്ളൂ. ഈ കാരണം കൊണ്ട് രാഷ്ട്രീയക്കാരും മൈൻഡ് ചെയ്യില്ല ഈ കാര്യം. ഇനി ഇതിലും ഭയാനകമായ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ പാവപ്പെട്ട ദളിത് അടിമകളെ വിമോചിക്കാൻ വേണ്ടി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പല സന്നദ്ധ സംഘടനകളും ഉണ്ട്. മുമ്പ് 2014 മുമ്പ് ഇഷ്ടംപോലെ സന്നദ്ധ സംഘടനകൾ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള NGOകൾ. പക്ഷെ ഇപ്പൊ കുറഞ്ഞു, ഇപ്പൊ വളരെ കുറഞ്ഞു. ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റ് ഈ സന്നദ്ധ സംഘടനകളെ, ഈ NGOകളെയൊക്കെ ബോധപൂർവം വേട്ടയാടുകയാണ്. ഈ അടിമകളെ രക്ഷിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് നേരിടേണ്ടി വരുന്നത് ഉടമകളുടെ ഈ ഗുണ്ടകളെ മാത്രമല്ല, പോലീസിനെയും പ്രാദേശിക രാഷ്ട്രീയക്കാരെയും ഒക്കെയാണ്. വ്യവസ്ഥിതി മുഴുവൻ ഈ സവർണ മുതലാളിമാർക്ക് അനുകൂലമാണ്. അടിമത്തം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതിനായി പ്രവർത്തിക്കുന്ന വിദേശ സഹായമുള്ള NGOകളെ FCRA നിയമം ലംഘിച്ചു എന്നോ അല്ലെങ്കിൽ മതപരിവർത്തനം നടത്തുന്നു എന്നൊക്കെയുള്ള വ്യാജ കുറ്റങ്ങൾ ചുമത്തി നിരോധിക്കുന്ന തിരക്കിലാണ് നമ്മുടെ ഭരണകൂടം. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം 20,600 NGOകളെയാണ് നിരോധിച്ചത്. 20,600 NGOകൾ. ഇതിൽ അടിമത്തത്തിനെതിരെ പോരാടുന്ന, അടിമത്തത്തിൽ നിന്ന് ഈ കുഞ്ഞുങ്ങളെയും മറ്റുമൊക്കെ മോചിപ്പിക്കുന്ന ധാരാളം NGOകളുണ്ട്. അങ്ങനെയുള്ള NGOകളൊക്കെ ഒരുമാതിരി നരേന്ദ്രമോദി സർക്കാർ നിരോധിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സന്നദ്ധ സംഘടനകളെ ഇല്ലാതാക്കിയാൽ യാതൊരു തടസ്സവുമില്ലാതെ ഈ ദളിതരെ ചൂഷണം ചെയ്യാൻ ഇവിടുത്തെ സവർണ മുതലാളിമാർക്ക് സാധിക്കും. അതിനുവേണ്ടിയാണ് മതപരിവർത്തനം നടത്തുന്നു എന്നോ അല്ലെങ്കിൽ FCRA ലംഘിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് ഇതിനെയൊക്കെ നിരോധിക്കുന്നത്. അധികാരത്തിലിരിക്കുന്ന സവർണരുടെ ഉള്ളിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്കല്ല സ്ഥാനം, സ്മൃതി നിയമങ്ങൾക്കാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മനുഷ്യത്വരഹിതമായി കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നത്. ഞാനിതൊന്നും വെറുതെ പറയുന്നതല്ല. അതായത് ഞങ്ങളുടെ സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്കിൽ ഉണ്ടായിരുന്ന അപ്പോളജിസ്റ്റുകളായ 2 സഹോദരന്മാര് അപ്പോളജറ്റിക്സ് രംഗം പൂർണ്ണമായി ഉപേക്ഷിച്ച് ഇപ്പോ ഇന്ത്യയിലെ അടിമകളെ മോചിപ്പിക്കുന്ന ഓർഗനൈസേഷന്റെ ഉത്തരവാദിത്വം വഹിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും ഈ അടിമകളായ ലൈംഗിക തൊഴിലാളികളെ മോചിപ്പിക്കുമ്പോൾ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. കാരണം ലൈംഗിക തൊഴിലാളി ഇവരെ കൊണ്ടുപോയിട്ട് വേശ്യാവൃത്തിയൊക്കെ നടത്തിച്ചിരിക്കുന്നതുകൊണ്ട് വീട്ടുകാർ ആരും ഇവരെ സ്വീകരിക്കാൻ തയ്യാറാവില്ല. നല്ലൊരു ജോലി ഇവർക്ക് കിട്ടില്ല. വിദ്യാഭ്യാസമില്ല, ഇത് ചെറുപ്പത്തിലെ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോയതായിരിക്കും. അപ്പൊ മര്യാദയ്ക്ക് വിദ്യാഭ്യാസം ഒന്നും അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. വിദ്യാഭ്യാസത്തിലെത്തുന്ന നല്ലൊരു ജോലിയില്ല. ഇനി അതല്ലാതെ മറ്റ് കായികാധ്വാനപരമായിട്ടുള്ള ശരീരം കൊണ്ടൊക്കെ ഉള്ള ജോലികൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയും ഇവരെ ലൈംഗികമായി ചൂഷണം ചെയ്യാനുള്ള ശ്രമം ഈ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ തന്നെ ഉണ്ടാവും, മേസ്ത്രിമാരും മറ്റുമൊക്കെ ആയിട്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഈ സഹോദരന്മാർ ചെയ്യുന്നത് ഇങ്ങനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ആ കുട്ടികളെ, പെൺകുട്ടികളെയൊക്കെ പ്രത്യേകിച്ചും, അവരെ സ്വയം തൊഴിൽ ചെയ്യാനുള്ള പരിശീലനം കൊടുത്തുകൊണ്ട് പുനരധിവസിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ചെയ്യുന്നത്. അതായത് ക്രൈസ്തവരുടെ തന്നെ ഏതെങ്കിലും അനാഥാലയങ്ങളിലോ മറ്റോ കൊണ്ടാക്കും ഈ കുഞ്ഞുങ്ങളെ. എന്നിട്ട് അവർക്ക് അവിടെ തയ്യലോ അല്ലെങ്കിൽ മറ്റതുപോലെയൊക്കെയുള്ള എന്തെങ്കിലും തൊഴിൽ ചെയ്ത്, സ്വന്തം തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റുന്നതിൽ
അപ്പൊ ഈ ക്രൈസ്തവ അനാഥാലയങ്ങളിൽ കൊണ്ട് അവിടെ ആക്കുന്നതിനെയാണ് പറയുന്നത് അതേ ഇവിടെ കൊണ്ടുപോയിട്ട് മതം മാറ്റാൻ പോകുന്നു, മതപരിവർത്തനമാണ് നടത്തുന്നതെന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇതിനെയൊക്കെ നിരോധിക്കാൻ നോക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അപ്പോളജിസ്റ്റുകളുടെ എണ്ണം ഇന്ത്യയിൽ കുറവായതുകൊണ്ട് ഈ സഹോദരന്മാർ ഇവരുന്നല്ല ആരായാലും അപ്പോളജറ്റിക്സ് നിർത്തി വേറെ വല്ല മിനിസ്ട്രിക്ക് പോകുന്നത് ഞങ്ങൾക്ക് വിഷമമുള്ള കാര്യമാണ്. എല്ലാവരും ഭൂരിഭാഗം പേരും അപ്പോളജറ്റിക്സ് രംഗത്തേക്ക് വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം അത്രയധികം അപ്പോളജറ്റിക്സ് രംഗത്ത് ആൾക്കാർ കുറവാണ്. അപ്പൊ ഞങ്ങൾക്കത് വിഷമമുള്ള സംഗതിയാണ്. പക്ഷെ ഈ രണ്ടുപേരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല എന്ന് മാത്രമല്ല, അവർ രണ്ടുപേരും ആ ഫീൽഡിൽ തന്നെ തുടരണമെന്നാണ് ഞങ്ങൾ അവരോട് പറയാറുള്ളത്. കാരണം അപ്പോളജറ്റിക്സ് ചെയ്യാൻ ഞങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ ചെയ്യുന്ന കാര്യം വേറെ ആൾക്കാർക്കും ചെയ്യാൻ പറ്റും. പക്ഷെ അവർ ചെയ്യുന്ന കാര്യം ചെയ്യാൻ അത് ഞങ്ങളെ കൊണ്ട് പറ്റുകയില്ല, അത് അവരെ കൊണ്ടേ പറ്റുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അതിൽ തന്നെ തുടർന്നാൽ മതി, അപ്പോളജറ്റിക്സ് രംഗത്തേക്ക് വരണ്ടെന്നാണ്. എന്നാൽ മറ്റ് ആരെങ്കിലും അപ്പോളജറ്റിക്സ് രംഗം വിട്ടുപോകണമെങ്കിൽ ഞങ്ങൾ അവരോട് പറയാം അത് ശരിയല്ല, നീയൊക്കെ ഈ ഫീൽഡിൽ നിൽക്കേണ്ട ആളാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പൊ ഈ സഹോദരന്മാര് അപ്പോളജറ്റിക്സ് വിട്ടുപോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സഹോദരന്മാർ ഞാൻ പറഞ്ഞില്ലേ, അവര് പറഞ്ഞ് ഞങ്ങൾ കാര്യങ്ങൾ കുറെ മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളവും തമിഴ്നാടും ഒഴികെയുള്ള ദക്ഷിണേന്ത്യയില്, അതുപോലെ ഉത്തരേന്ത്യയിൽ ഒരുമാതിരി എല്ലായിടത്തും, പിന്നെ പടിഞ്ഞാറേ ഇന്ത്യയിലും ഒക്കെ ഈ രാഷ്ട്രീയക്കാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും സന്നദ്ധ ജന്മികളും ഒക്കെയുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് കാരണം അവിടങ്ങളിലെല്ലാം അടിമത്തം എങ്ങനെയാണ് ഇന്നും നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം ഈ സഹോദരന്മാർ ഞങ്ങളോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടി അവർക്ക് പോരാടേണ്ടി വരുന്നത് അടിമകളുടെ ഉടമകളോട് മാത്രമല്ല, പോലീസിനോടും ഭരണകൂടത്തിനോടും കൂടിയാണ്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സമ്മതം ഉണ്ടാവില്ല, കളക്ടർ സമ്മതിക്കുകയില്ല, പോലീസുകാർ സമ്മതിക്കുകയില്ല. മനസ്സിലായ? ഇനി അപൂർവം ചില സ്ഥലങ്ങളിൽ മനുഷ്യത്വമുള്ള നീതിയും നിയമവും ഒക്കെ നടപ്പിലാക്കാൻ ആഗ്രഹമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടാകും. ചിലപ്പോൾ ജില്ലാ കളക്ടർ അങ്ങനെയുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ പോലീസ് സൂപ്രണ്ട് അങ്ങനെയുള്ളവരാകാം. അപ്പൊ അങ്ങനെയുള്ള ഇടങ്ങളിൽ സിസ്റ്റത്തിന്റെ പൂർണ്ണ പിന്തുണ ഇവർക്ക് കിട്ടും, അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത്. അല്ലാത്തടത്ത് അങ്ങനെ അല്ല, നന്നായിട്ട് പോരാടണം. ഇങ്ങനെയുള്ള ഒരു സംഗതി ഇവിടെ അടിമപ്പണിയാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ജീവൻ പണയം വെച്ച് രഹസ്യമായി ചെന്ന് ഇതിന്റെയൊക്കെ തെളിവുകൾ ശേഖരിക്കണം. ഫോട്ടോ എടുത്തും മറ്റുമൊക്കെ തെളിവുകൾ ശേഖരിക്കണം. മറ്റ് കിട്ടാവുന്ന എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ട് ഇത് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് കൊണ്ട് കൊടുക്കണം. കാരണം ഇവർക്ക് പോയിട്ട് മോചിപ്പിക്കാനൊന്നും പറ്റില്ല, ഇവർക്ക് അതിനുള്ള റൈറ്റ് ഒന്നുമില്ല. നിയമപരമായി തന്നെ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഈ ഉദ്യോഗസ്ഥന്മാരും അപ്പൊ പോലീസിന്റെ സപ്പോർട്ട് വേണം. പോലീസൊക്കെയാണ് ഒന്ന് റെയ്ഡ് നടത്തിയിട്ട് പിടിക്കുകയൊക്കെ ചെയ്യേണ്ടത്. വരികയില്ല. ചിലപ്പോൾ ഇത് DGPയുടെ അടുത്ത് വരെ പോകേണ്ടി വരും ഇതും കൊണ്ട്. അപ്പോഴായിരിക്കും ചിലപ്പോൾ അവിടെ നിന്നൊക്കെ ആയിരിക്കും ഉത്തരവ് കിട്ടുന്നത്. അപ്പൊ പിന്നെ പോലീസുകാർ താഴെയുള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവര് വരും. അല്ലെങ്കിൽ ഇതുപോലെ കഷ്ടപ്പെടേണ്ടി വരും. മനസ്സിലായ? അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള അപൂർവം ചില ആൾക്കാർ ഉണ്ടാവാറുണ്ട്, നീതി നിയമവും ഒക്കെ നോക്കുന്നത്. അത് വല്ലപ്പോഴും ഒരിക്കൽ സംഭവിക്കുന്ന അപൂർവ കാര്യങ്ങളാണ്. മിക്കപ്പോഴും നേരെ തിരിച്ചാണ് സംഭവിക്കാറുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അടിമത്തത്തിനെതിരെ പോരാടുന്ന ആളുകളെ അവരെ നിരോധിക്കാനൊക്കെയാണ് നമ്മുടെ ഭരണകൂടം ശ്രമിക്കുന്നത്. സ്വന്തം രാജ്യത്ത് കോടിക്കണക്കിന് ദളിതരും ആദിവാസികളും ഇന്നും അടിമപ്പണി ചെയ്യുമ്പോൾ അവരെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുന്നവരാണ്, മതം മാറ്റക്കാരായി ചിത്രീകരിക്കുന്നവരാണ് ഈ സംഖ്യകൾ. അവരാണ് അടിമത്തത്തിനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ കൊണ്ടുവന്ന പ്രമേയത്തെ പാശ്ചാത്യ രാജ്യങ്ങൾ അപലപിച്ചില്ല എന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കുരയ്ക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് വെള്ളക്കാർ ചെയ്ത തെറ്റുകൾക്ക് അവരുടെ മക്കൾ അല്ലെങ്കിൽ പിൻതലമുറക്കാർ ഇന്ന് വില കൊടുക്കണമെന്ന് വാദിക്കുന്നവർ ആദ്യം സ്വന്തം രാജ്യത്തെ ത്രൈവർണികർ ചെയ്ത തെറ്റുകൾക്കുള്ള നഷ്ടപരിഹാരം ഇവിടെയുള്ള ശൂദ്രർക്കും അവർണർക്കും ദളിതർക്കും ആദിവാസികൾക്കും നൽകാൻ തയ്യാറാകണം. മനസ്സിലായ? അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ അടിമത്തം അവസാനിച്ചു, ഇപ്പൊ അവിടെ അടിമത്തം ഇല്ല. പക്ഷെ ഇന്ത്യയിൽ അടിമത്തം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ അടിമകളുള്ളത് ഇന്ന് ഇന്ത്യയിലാണ്. മാത്രമല്ല, ആ അടിമത്തത്തിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, അതിനെ എതിർക്കുന്ന ആൾക്കാരെ നിരോധിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു ഭരണകൂടം, ഒരു കേന്ദ്ര ഭരണകൂടത്തിനെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഇന്നത്തെ അമേരിക്കയെയോ യൂറോപ്പിനെയോ കുറ്റം പറയാൻ യാതൊരു അർഹതയുമില്ല എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കണം. ഞാനേ ഈ ആർഷഭാരത സംസ്കാരത്തിന്റെ വികൃത മുഖം തുറന്നു കാണിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇടുന്നതും യൂട്യൂബിൽ വീഡിയോകൾ ഇറക്കുന്നതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അടിമ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന പല NGOകളെയും അച്ചാദിൻ കൊണ്ടുവരാൻ വേണ്ടി, അച്ചാദിൻ ആകെയാന്ന് പറഞ്ഞില്ല, ഇങ്ങനെയൊക്കെയാണ് അച്ചാദിൻ വരുന്നത്. അച്ചാദിൻ കൊണ്ടുവരാൻ വേണ്ടി മോഡി വിദേശ ഫണ്ട് സ്വീകരിക്കുന്നു എന്ന കുറ്റം ചുമത്തി നിരോധിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഈ അടുത്തത് വീണ്ടും FCR നിയമങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. സാധാരണക്കാരുടെ വിചാരം മതപരിവർത്തനം തടയാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെയൊക്കെയുള്ള
കൊല്ലാകൊല്ലം FCR നിയമ ഭേദഗതി കൊണ്ടുവരുന്നതെന്നാ. അതല്ല അവരുടെ യഥാർത്ഥ അജണ്ട. ആയിരക്കണക്കിന് വർഷങ്ങളായി അവരുടെ കാൽക്കീഴിൽ അടിമകളായി കിടന്ന മനുഷ്യർക്ക് മോചനം കിട്ടിയത് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരണത്തിൽ വന്നതോടെയാണ്. അവർക്ക് നല്ല ഭക്ഷണവും വസ്ത്രവും കിട്ടിയത് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ ഇവിടേക്ക് വന്നതോടെയാണ്. പുനർജന്മ സിദ്ധാന്തത്തിന്റെ കാര്യം പറഞ്ഞ് ഭയപ്പെടുത്തി മാനസികാടിമത്തത്തിൽ തളച്ചിട്ടിരുന്നവർക്ക് മോചനം കിട്ടിയത് ക്രിസ്ത്യൻ മിഷണറിമാർ നൽകിയ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ഫലമായിട്ടാണ്. തങ്ങളുടെ കാൽക്കീഴിൽ നിന്നും രക്ഷപ്പെട്ടവർ രക്ഷപ്പെട്ടു. പക്ഷെ രക്ഷപ്പെടാതെ കിടക്കുന്ന ബാക്കിയുള്ള ആൾക്കാരെ ഇനിയും അങ്ങനെ തന്നെ നിലനിർത്തണമെങ്കിൽ ക്രൈസ്തവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും NGOകളുടെ പ്രവർത്തനവും ഇല്ലാതാകണം എന്ന് ഈ സംഘികൾക്കറിയാം, നേതാക്കന്മാർക്ക് അവർക്കറിയാം. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള ഓരോരോ നിയമങ്ങൾ അവർ കൊണ്ടുവരുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബോധം ഒട്ടുമില്ലാത്ത ഈ ദളിത് സംഘിയും അവർണ സംഘിയും ആദിവാസി സംഘിയും അവരുടെ കാലിൽ സഹസ്രാബ്ദങ്ങളായി സവർണർ അണിയിച്ചിട്ടുള്ള ചങ്ങലകൾ അഴിച്ചു മാറ്റാൻ വരുന്നവരെ ആക്രമിക്കുകയാണ്. ഈ സ്ഥിതിയിൽ ആഭാസത്തിനെതിരെയും അവരുടെ പ്രവൃത്തികൾക്കെതിരെയും ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മനുഷ്യനാണെന്നും പറഞ്ഞ് നടക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഞാൻ കാണുന്നില്ല. മനുഷ്യത്വമുള്ളവൻ അതിനെതിരെ പ്രതികരിച്ചേ പറ്റൂ. പ്രത്യേകിച്ച് അവർ കേരളത്തെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്തിരിക്കെ. തുണിയും കോണാനും ഇല്ലാത്ത നരഭോജികളെ ഉത്തരേന്ത്യയിൽ നിന്ന് അവന്മാർ കേരളത്തിലേക്ക് വിട്ടിരിക്കുകയാണ്, സന്യാസിമാരെന്നും പറഞ്ഞിട്ട്. ഇതിനെ കേരളം പിടിക്കാൻ വേണ്ടി. ഒരു കാലത്ത് കേരളം ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു കാലത്ത് അവിടെ നിന്ന് കേരളം ഇന്നത്തെ കേരളമായതിന്റെ പുറകിൽ 85% ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളാണുള്ളത്. ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാം. ഇന്നത്തെ കേരളത്തിന്റെ പുറകിലെ ഇന്നത്തെ നവോത്ഥാന നായകരെന്നും പറഞ്ഞ് കൊണ്ടാടപ്പെടുന്ന ആൾക്കാരൊന്നുമല്ല. അവർക്ക് മുമ്പേ ഇതിനുവേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ഞാൻ പറഞ്ഞ 85% അവരുടെ പ്രയത്നമാണ്. പിന്നെ പുറകെ വന്ന ടീമുകൾ അവർ കൊയ്തെടുത്തു, ഇതിന്റെ വിളവൊക്കെ എടുത്തു. 15% അവരുടെ, അത്രേ ഉള്ളൂ. അപ്പൊ കേരളം വീണ്ടും ഈ ടീമിന്റെ കയ്യിലേക്ക് പോയാൽ, ഒരു കാലത്ത് ഇവരുടെ കയ്യിലായിരുന്നു, അവരിൽ നിന്ന് മിഷണറിമാരാണത് തിരിച്ചെടുക്കുന്നത്. മനസ്സിലായി? അപ്പൊ വീണ്ടും ഇത് യുവമാരുടെ കയ്യിലേക്ക് വിട്ടുകൊടുത്താൽ ആ മിഷണറിമാരുടെ ആത്മാവ് നമ്മളോട് പൊറുക്കില്ല, നമ്മളോടെ ക്ഷമിക്കില്ല. കാരണം അവരവരുടെ ജീവനും ജീവിതവും ഇവിടെ ചെലവഴിച്ചിട്ടാണ് ഇവരിൽ നിന്ന്, ഈ ടീമുകളിൽ നിന്ന് ഇതിനെ വീണ്ടെടുത്തത്. അപ്പൊ അതുകൊണ്ടാണ് എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നാലും ഞങ്ങൾ ഇവന്മാർക്കെതിരെ പ്രതികരിക്കുന്നത്. ഇനിയും കുറേയേറെ പറയാനുണ്ട്, പക്ഷെ വീഡിയോയുടെ ദൈർഘ്യം കൂടും എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ ഇതിന്റെ ബാക്കിയുണ്ട് കേട്ടോ. കാരണം തോറയുടെ സ്വാധീനം കൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും യൂറോപ്യൻ രാജ്യങ്ങളും ഈ പ്രമേയത്തെ എതിർത്തത് എന്ന് പറയുന്ന സംഘീവാദത്തിനുള്ള മറുപടി ദൈവം അനുവദിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.